ഇന്ന് നമ്മുടെ വീക്ക് 21 സെഷൻ ആണ് ആൻഡ് നമ്മളുടെ ഈ ഓൾമോസ്റ്റ് ഒരു 148 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് ഗുഡ്. ഹൗ വാസ് ദ ടാസ്ക് ഫോർ ലാസ്റ്റ് വീക്ക്? ഐ എം ഗുഡ്, താങ്ക് യു ഓൾ. ലാസ്റ്റ് വീക്കിലെ ടാസ്കുകൾ എങ്ങനെ ഉണ്ടായിരുന്നു? പ്ലീസ് റിപ്ലൈ ഓൺ ദാറ്റ്. ഹൗ ഡിഡ് യുവർ ഓൾ ടാസ്ക് ഡു? Good. Okay. So today's theme is, or today's our concept is consolidation and forward planning in English mastery. Yes, and nuances നോക്കിയിരുന്നോ നിങ്ങൾ? Did you all have a look at it? Very good, very good. Swapna, thank you for reminding me, Swapna. വിദ്യ നോക്കിയിട്ടുണ്ട്. Who else? വേറെ നോക്കിയ ആൾക്കാരില്ലേ? Is it only two of them? I mean, two of you. Okay, happy to see that. ഒരുപാട് പേര് നോക്കിയിട്ടുണ്ട്. Okay. സോ ഇന്ന് ആക്ച്വലി എന്റെ ഭാഗത്ത് നിന്ന് വല്ലാതെ ഇൻപുട്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. ഇന്ന് നമ്മൾ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യാണ്. ഈ 148 ഡേയ്സ് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇനി നമ്മളെ ഫോർവേഡ് എങ്ങനെയായിരിക്കണം, ഹൗ ടു സെറ്റ് ആർ ഗോൾ എന്നൊക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. സോ ഇന്ന് all of you be prepared to give me inputs. Okay. എനിക്ക് നിങ്ങളിൽ നിന്ന് എനിക്കാണെന്ന് ഇൻപുട്സ് കിട്ടേണ്ടത്. എന്റെ ഭാഗത്ത് നിന്ന് അധികം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടാനില്ല. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു കൺസോളിഡേറ്റ്. സോ എത്രമാത്രം കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പഠിച്ചെത്തിയിട്ടുണ്ട് എന്ന് കൺസോളിഡേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ വോണ്ട് ടു ഗെറ്റ് യോർ ഔട്ട്പുട്ട്. യോർ ഔട്ട്പുട്ട് ഇസ് ഇൻ മൈ ഇൻപുട്ട്. ഓക്കെ, സോ ഷാൽ വി ഓൾ ബിഗിൻ? Today's agenda is consolidating our learning, advanced learning language practice, കുറച്ച് group activities ചെയ്യാം. Then planning for future, that is setting personal goals. Then we'll have a feedback session and just a discussion on how to overcome challenges. ഇപ്പോ നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന challenges almost similar ആയിരിക്കും. Okay, individual difference ഉണ്ടെങ്കിലും ഒരു almost similar set of challenges ഉണ്ടാവും. അതെന്താണെന്നും അതെങ്ങനെയൊക്കെ overcome ചെയ്യാമെന്നും we'll discuss. Okay, so let me begin. And from just a minute, yeah. From today onwards, we'll have a word of the day and idiom of the day. So word of the day is disingenuous. Disingenuous. Who's ആരാണ് ഒരു ഡിസ്ഇൻജീനിയസ്? ഭയങ്കര ഡിസ്ഇൻജീനിയസ് ആണ് എന്ന്. വേർഡ് ഇത്തിരി ലോങ് ആണ് അല്ലെ, ബട്ട് എന്താണ് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. Okay, that is an adjective that describes a person that's not totally honest or sincere. ഇപ്പൊ നിങ്ങളുടെ ജോലി സ്ഥലത്താവട്ടെ, ഒട്ടും ഓണസ്റ്റ് അല്ല, ചെയ്യുന്ന വർക്കിൽ ഒട്ടും ഡെഡിക്കേറ്റഡ് അല്ല, സിൻസിയർ അല്ല, ഒരു ആത്മാർത്ഥത ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ യു കെൻ കോൾ ദ പേഴ്സൺ ഡിസ്ഇൻജീനിയസ്. ഒരു എക്സാമ്പിൾ സെന്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ it's disingenuous when people pretend to know less about something than they really do. അവർ ഓണസ്റ്റ് ആവല്ലോ. നിങ്ങൾ എന്നോട് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്, എനിക്ക് അതിനെ കുറിച്ച് കൃത്യമായി അറിവുണ്ട്, പക്ഷെ നിങ്ങൾക്കത് പറഞ്ഞു തരാൻ എടുക്കുന്ന സമയവും എന്റെ എഫേർട്ടും ആലോചിച്ചിട്ട് ഞാൻ പറയാണ് എനിക്കത് അറിയില്ല. സോ ഐ ആം ബീങ് ഡിസ്ഇൻജീനിയസ്. ഓക്കെ, ദാറ്റ് ഇസ് ദ വേർഡ് ഓഫ് ദ ഡേ ആൻഡ് ഇഡിയം ഓഫ് ദ ഡേ. ആൻഡ് വേർഡ് ഓഫ് ദ ഡേ, ഇഡിയം ഓഫ് ദ ഡേ നിങ്ങൾക്കും കൂടെ സെന്റൻസ് ഉണ്ടാക്കാൻ ടൈം തരണം എന്നുണ്ട്, പക്ഷെ നമ്മുടെ ടൈം കോൺസ്ട്രെയിൻസ് കാരണം ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. സോ നിങ്ങളുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സജഷൻ പ്രകാരമാണ് നമ്മൾ ഇന്ന് തൊട്ട് ഇങ്ങനെ ഒരു സ്ലൈഡും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. സോ വാട്ട് യു ഓൾ ഹാവ് ടു ഡു ഇസ് ഈ വേർഡ് നോട്ട് ചെയ്യുക. വൊക്കാബുലറി ബുക്ക് കീപ്പ് ചെയ്യുന്നവർ നിങ്ങളുടെ വൊക്കാബുലറി ബുക്കിലേക്ക് ഇത് എഴുതുക. ആൻഡ് ഓൾസോ ഈ ഒരു സെന്റൻസ് കോണ്ടെക്സ്ച്വലി യൂസ് ചെയ്ത് നോക്കുക. അതായത് സെന്റൻസ് മേക്കിങ്ങിൽ നിങ്ങൾ സെന്റൻസ് ഉണ്ടാക്കി നോക്കുക. ആൻഡ് കമ്മിങ് ടു ദ ഇഡിയം, എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. വളരെ കോമൺ ആണ് കേട്ടോ, ഇംഗ്ലീഷ് നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇടയിൽ വളരെ കോമൺ ആയിട്ടുള്ളതാണ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ദാറ്റ് ഈസ് നമുക്ക് ആദ്യം കാണുമ്പോൾ തോന്നാണ് ഇത് നല്ലതല്ല, പക്ഷെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ ചെയ്തു. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് തോന്നണോ ഇറ്റ് ഈസ് ഗുഡ് എന്ന് തോന്നാണ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തേക്കുന്നത്, ചൂസിങ് ടു ലിവ് ഇൻ ഡൽഹി ഇസ് എ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ആദ്യം ഇറ്റ്സ് സീം ടു ബി ബാഡ്, ഇവിടെ ഭയങ്കര പൊല്യൂഷൻ ആണ്, ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ബട്ട് പിന്നീട് എന്താണ് ഐ ഫെൽറ്റ് ഇറ്റ് ഗുഡ്. ഓക്കെ, സോ ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ്. ഇതും നിങ്ങൾ നിങ്ങളുടേതായ സെന്റൻസുകൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് we are going to consolidate our learning. അതായത് നമ്മൾ ഇത്രയും ദിവസം എന്തൊക്കെ പഠിച്ചു എന്നുള്ളത്. സോ ഈ 148 ഡേയ്സിന്റെയും കൺസോളിഡേറ്റ് ചെയ്യുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഈ നിയർ ബൈ ഒരു 100 to 148 ഡേയ്സിൽ റിവൈസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. പുതിയവരൊക്കെ പുതിയ ലൈക് ഫസ്റ്റ് സെഷൻ സെക്കൻഡ് സെഷൻ ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്തവർ, അതായത് ഇപ്പൊ ഇത് സെക്കൻഡ് സെഷൻ ആയിട്ട് നിൽക്കുന്നവരൊക്കെ ഇല്ലേ, അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ.
ഓക്കെ, റിഫ്ലക്റ്റീവ് പ്രാക്ടീസ് ഫോർ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. നമ്മൾക്ക് വേണ്ട ബേസിക് ഇൻപുട്സ് ഒക്കെ നമ്മൾ ഒരു ഫസ്റ്റ് ഈ 100 ഡേയ്സിനുള്ളിൽ തന്നെ ഏറ്റവും ബേസിക് ആയ ഗ്രാമർ സ്കിൽസും മോഡൽ വെർബ്സ് എന്താണ്, വേർബ്സ് എന്താണ്, അഡ്ജക്റ്റീവ്സ് എന്താണ്, സെന്റൻസ് സ്ട്രക്ചർ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു 100 ഡേയ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം എന്താണ്, നിങ്ങൾ അത് റിഫ്ലക്ട് ചെയ്യുക, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ അത് യൂസ് ചെയ്ത് നോക്കുക, ഓഫീസ് സ്പേസിൽ അത് യൂസ് ചെയ്ത് നോക്കുക. നിങ്ങൾ മുമ്പ് എങ്ങനെയായിരുന്നു, ഇപ്പൊ ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് ഇല്ലേ, അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്, നിങ്ങളുടെ പ്രാക്ടീസ് കുറവ് കാരണമാണോ, എന്റെ ക്ലാസ്സിന്റെ പ്രശ്നം കാരണമാണോ, ഈ ഇപിയുടെ ഒരു സ്ട്രക്ചർ കാരണമാണോ, എന്താണ് എന്നുള്ളത് നിങ്ങൾ റിഫ്ലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കൊരു കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ റിഫ്ലക്റ്റീവ് പ്രാക്ടീസിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സുമായി മന്ത്ലി വൺസ് സംസാരിക്കുക. സോ എന്താണ്, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടോ എന്ന് ശരിക്കും ഇംഗ്ലീഷ് അറിയുന്ന ഒരാള് ചൂസ് ചെയ്തിട്ട് അങ്ങനെ സംസാരിക്കുക. സോ ദാറ്റ് പേഴ്സൺ ക്യാൻ ടെൽ യു ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ ഫ്രണ്ടിന് പറഞ്ഞുതരാൻ സാധിക്കും. ആൻഡ് അതുപോലെ പിന്നുള്ളത് ജേർണലിംഗ് ആണ്. വി ടോക്ഡ് അബൌട്ട് എന്താണ് ജേർണലിംഗ്, ഹൗ ടു ജേർണൽ എന്നുള്ളതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് പ്രസന്റേഷൻ സ്കിൽസ്. നമ്മൾക്ക് ഇൻപുട്സ് ഉണ്ടായാൽ മാത്രം പോരാ. അതായത് വൊക്കാബുലറി അറിയാം, ഗ്രാമർ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷെ അത് പ്രസന്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇറ്റ്സ് അഗെയിൻ എന്താണ്, നമുക്ക് അതിന്റെ ഉപയോഗം ഇല്ലാണ്ടാവാണ്. സോ പ്രസന്റേഷൻ സ്കിൽസ്, അത് നമ്മളിപ്പോ സ്ലൈഡ് ഷോ, ഐ മീൻ PPTs വെച്ച് പ്രസന്റ് ചെയ്യുന്നതാവട്ടെ, എന്നല്ല നമ്മൾ എന്തൊരു കാര്യവും പറയുന്നതിന് ഇപ്പൊ ഐ എം പ്രസന്റിംഗ് ബിഫോർ യു, അതിവിടെ PPT ഉണ്ട് ആസ് വെൽ ആസ് വെർബലി ഞാൻ പ്രസന്റ് ചെയ്യുന്നുണ്ട്. സോ അത് എത്രമാത്രം ഫ്ലുവന്റ് ആയിരിക്കണം, അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം, വോയിസ് മോഡുലേഷൻ എന്തായിരിക്കണം, ഇനിയിപ്പോ ഒരു PPT ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്തായിരിക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ റിവൈസ് ചെയ്ത് പറയുന്നത്, ഞാൻ ഈ റിവൈസ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏതിലെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എങ്കിൽ പ്ലീസ് ഡു ആസ്ക് ഹിയർ. ഓക്കെ, ഞാൻ ഈ ഒരു കംപ്ലീറ്റ് സംഭവം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡൗട്ട്സിലേക്ക് പോവാം. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ലാംഗ്വേജ്, നിങ്ങൾ ഒരു പ്രൊഫഷണൽ സ്പേസിൽ യൂസ് ചെയ്യേണ്ട, ഒരു ഓഫീസ് സ്പേസിൽ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജ്, ദാറ്റ് ഇസ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു ഇൻഫോർമൽ സ്പേസിൽ, ഫ്രണ്ട്സിന്റെ സ്പേസിൽ ഹേയ് ബഡി എന്നൊക്കെ വിളിച്ച് സംസാരിക്കാം. ബട്ട് ഒരു ഓഫീസ് സ്പേസിൽ ഒരു കൊലീഗിന്റെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനേജർ നിങ്ങൾക്ക് ഹേയ് ബഡി എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ല. സോ ഒരു പ്രൊഫഷണൽ ലാംഗ്വേജ്. ദെൻ ടെക്നിക്കൽ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ പ്രൊഫഷണൽ സ്പീച്ചും പ്രൊഫഷണൽ റൈറ്റിംഗും വളരെ ഡിഫറെന്റ് ആണ്. പ്രൊഫഷണൽ റൈറ്റിംഗ് എപ്പോഴും മാക്സിമം ഷോർട്ട് ആവുക, ആദ്യത്തെ ഫ്യൂ ലൈൻസിൽ തന്നെ ആ ഒരു കംപ്ലീറ്റ് സ്ക്രിപ്റ്റിന്റെ ഐഡിയ നൽകാൻ ശ്രമിക്കുക, വളരെ ക്ലാരിറ്റിയോടെ സിമ്പിൾ ആയിട്ട് എന്താണ് ആംബിഗസ് ആയിട്ടുള്ള വേർഡ്സ് ഒഴിവാക്കി പ്രൊഫഷണൽ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എഴുതുക. നെക്സ്റ്റ് ഇസ് ലീഡർഷിപ്പ് ലാംഗ്വേജ്. നിങ്ങൾ ഒരു ദിവസം ആക്ടിവിറ്റി തന്നിരുന്നു അല്ലെ, ഒരു മോട്ടിവേഷണൽ സ്പീച്ച് പ്രിപ്പയർ ചെയ്യാൻ. ദാറ്റ് ഇസ് ലീഡർഷിപ്പ് ലാംഗ്വേജ് ഒരു ലീഡറിന് മാത്രം, മാനേജറിന് മാത്രം മതിയോ ലീഡർഷിപ്പ് ലാംഗ്വേജ്? നോ. അതായത് നിങ്ങൾ ആരോട് സംസാരിക്കുമ്പോഴും ആ ഒരു ഇൻസ്പയറിംഗ് എലിമെന്റ്, നിങ്ങളുടെ വർത്തമാനം കേട്ടിരിക്കാനുള്ള ഒരു എലിമെന്റ് ആ വർത്തമാനത്തിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഫുൾ പെസിമിസ്റ്റിക് ആവുന്നതാണ്, അതായത് ഇതൊന്നും ശരിയാവില്ല, ഇതൊന്നും നടക്കില്ല, പിന്നെ ഈ പ്രായത്തിലൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ടോക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് ആയിട്ട് സംസാരിക്കുക. സോ അതൊക്കെയാണ് ഒരു ലീഡർഷിപ്പ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഉദ്ദേശം. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂസ് ഓഫ് മോഡൽ വേർബ്സ്. ബാക്കി എല്ലാ ഗ്രാമറും കുറച്ചും കൂടി ഈസിയാണ്. മോഡൽ വേർബ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഷാൽ, ഷുഡ്. ഓക്കെ, ദീസ് ആർ ദ വെരി ഫ്യൂ model verbs that we use regularly. There are also other model verbs. Okay, so model verbs നമ്മൾ ഇതിനിടയിൽ ഒരു ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ നമ്മൾ ഒരു ദിവസം റോൾ പ്ലേക്ക് വെച്ച് ചെയ്യുന്നു. നമ്മൾ നോർമൽ സംസാരിക്കുന്നത് പോലെയല്ല, ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അതായത് ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ രണ്ടുപേര് ഇടയിലുള്ള എന്തെങ്കിലും ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു തല്ല് ഒത്തുതീർപ്പാക്കുന്ന സമയത്ത് നമ്മുടെ ഒരു സിമ്പിൾ കമ്മ്യൂണിക്കേഷനിൽ പോരാ, രണ്ടുപേരെയും ഒഫൻഡ് ചെയ്യാത്ത, രണ്ടുപേരെയും വിഷമിക്കാത്ത രീതിയിൽ രണ്ടുപേർക്കും ഒരു വിൻ വിൻ സൊല്യൂഷൻ, രണ്ടുപേരുടെയും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ രണ്ടുപേരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു റിസൊല്യൂഷനിൽ എത്താൻ അതിന് പറ്റിയ ലാംഗ്വേജ് യൂസ് ചെയ്യുക, റെസ്പെക്ട്ഫുൾ ആയിരിക്കുക, കാം ആയിരിക്കുക എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നോ, ഓർക്കുന്നുണ്ടോ ഒരു റോൾ പ്ലേ ഓഫീസിലെ രണ്ടാൾക്കാരും മാനേജറും തമ്മിലുള്ളത്? ലാസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ ലാസ്റ്റ് ടു ലാസ്റ്റ് ക്ലാസ്സോ അല്ലേ അത് ചെയ്തത്? യെസ്, ആന്റണി ആൻഡ് പേര് ഞാൻ ഓർക്കുന്നില്ലേ? സോ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അതാണ് കേട്ടോ. നെക്സ്റ്റ് ഇസ് ഇൻഡസ്ട്രി സ്പെസിഫിക് ലാംഗ്വേജ് ബിൽഡിംഗ്. നമ്മൾ കുറച്ചൊക്കെ ഇൻഡസ്ട്രി സ്പെസിഫിക് വൊക്കാബുലറി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള വൊക്കാബുലറി ബിൽഡ് ചെയ്യാം, അത് ഈസിയാണ്. പിന്നെ എക്സ്പ്ലോറിംഗ് ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളുടെ നുവാൻസസ്, അതായത്
ഫ്രം കൾച്ചർ ടു കൾച്ചർ യൂസ് ചെയ്യുന്ന വേർഡ്സിൽ വ്യത്യാസമുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മുടെ US ഇംഗ്ലീഷിൽ ക്ലോസറ്റ്, ദ വേർഡ് ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ കബോർഡ് എന്നാണ്. ഓക്കെ, ദ ക്ലോത്ത്സ് ആർ ഇൻ ദ ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വസ്ത്രങ്ങൾ കബോർഡിലാണ് അല്ലെങ്കിൽ അൽമിരയിലാണ് എന്നാണ് അർത്ഥം. ബട്ട് കമ്മിങ് ടു ആർ ഇന്ത്യൻ ഇംഗ്ലീഷ്, ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെ, ഇറ്റ് ഇസ് സംതിങ് ഇൻ ദ ടോയ്ലറ്റ് അല്ലെ, ഇറ്റ് ഇസ് സംതിങ് യൂസ് ഫോർ ആ ടോയ്ലറ്റ് പർപ്പസ്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ഇന്റർ കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ നുവാൻസസ് എല്ലാം നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. കാരണം ഇംഗ്ലീഷ് ഫിലിംസ് കാണുമ്പോൾ ആദ്യം ഞാനും ഡൗട്ട് പിടിക്കുമായിരുന്നു, ഇറ്റ്സ് ഇൻ ദ ക്ലോസറ്റ് എന്നൊക്കെ പറയുമ്പോൾ വാട്ട് ഡു ദേ മീൻ, ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. It is later I understood that closet refers to cupboard in US English. Okay, then language of persuasion, that is very important. നമ്മൾ പല ആക്ടിവിറ്റീസിലായിട്ടും പല ക്ലാസ്സുകളിലായിട്ടും ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ഇപ്പോ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് എന്തിനാണ് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് മനസ്സിലാവണം. ഐ ഷുഡ് പെർസ്വേഡ് യു, നിങ്ങൾ ഇത് പഠിക്കണം. വൈ? സോ പെർസ്വേഷൻ എന്താണ് നമ്മൾ പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ യൂസ് ചെയ്യാം, എവിഡൻസ്, റിയൽ ലൈഫ് സ്റ്റോറീസ് ഒക്കെ യൂസ് ചെയ്ത് ആൾക്കാരെ കൺവിൻസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് പെർസ്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആർട്ടിക്കുലേറ്റിംഗ് കോംപ്ലെക്സ് ഐഡിയാസ്. നമ്മൾ ഈ ഒരു സിമ്പിൾ ലാംഗ്വേജിൽ നിന്ന് കുറച്ചും കൂടെ നമ്മൾ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിലേക്ക് കുറച്ചുകൂടെ കോംപ്ലെക്സ് ഐഡിയാസ്, അതൊരു ബിസിനസ് പ്രപ്പോസൽ ആവാം, എന്തെങ്കിലും ഒരു പുതിയ ഐഡിയ ആവാം, കുറച്ചുകൂടെ കോംപ്ലെക്സ് അല്ലേ. സോ അത്തരത്തിലുള്ള കോംപ്ലെക്സ് കാര്യങ്ങൾ എങ്ങനെ വളരെ വ്യക്തമായും വൃത്തിയിലും കൺവേ ചെയ്യാന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതിനെന്താണ്, നിങ്ങൾ വൊക്കാബുലറി റിച്ച് ആയിരിക്കുക. ഓക്കെ, അത് ഇൻഡസ്ട്രി സ്പെസിഫിക് ആസ് വെൽ ആസ് കോമൺ ലാംഗ്വേജിലെ വൊക്കാബുലറി റിച്ച് ആവുക. എന്നാൽ മാത്രമേ ഒരു കോംപ്ലെക്സ് ഐഡിയാസ് നമുക്ക് ഇപ്പൊ അല്ലാതെ സിമ്പിൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോ ഗ്രാമർ മര്യാദക്ക് അറിയില്ലെങ്കിൽ തന്നെ ഉള്ള വൊക്കാബുലറി വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഐ ഗോ ക്ലാസ്, യു കം സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒപ്പിക്കാം. പക്ഷെ കോംപ്ലെക്സ് ഐഡിയാസ് പ്രസന്റ് ചെയ്യാൻ അത് പോരാ. നെക്സ്റ്റ് ഇസ് എക്സ്പ്ലോറിംഗ് ഇംഗ്ലീഷ് ത്രൂ ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് നിങ്ങൾ പഠിക്കാൻ മറ്റൊരു മാർഗമാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് ഫ്രം സ്മോൾ സ്റ്റോറീസ് ടു ബിഗ് നോവൽസ് ആവാം, ഓട്ടോബയോഗ്രഫീസ് ആവാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് യൂസ് ചെയ്തേക്കുന്നത് എന്ന് നോക്കി അതിലൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ചിട്ടൊരു നല്ല ഐഡിയ കിട്ടും. ദെൻ പ്രൊഫഷണൽ ഇമെയിൽ റൈറ്റിംഗ്. പ്രൊഫഷണൽ ഇമെയിൽ റൈറ്റിംഗ് മാത്രമല്ല, നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗും എല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. പ്രൊഫഷണൽ റൈറ്റിംഗ് ഏതായാലും ഫസ്റ്റ് ഫ്യൂ ലൈൻസിൽ തന്നെ മൊത്തം കാര്യം കൺവേ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ദ മോർ ഷോർട്ട് ഇറ്റ് ഇസ്, ദ മോർ പ്രിസൈസ് ഇറ്റ് ഇസ്, മോർ ബെസ്റ്റ് ഇറ്റ് ഇസ്. ഓക്കെ, വലുതാക്കും തോറും എല്ലാം നന്നാവുക. അതേസമയം ഏറ്റവും പ്രിസൈസും കോൺസൈസും ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള സാധനമാണ് ഏറ്റവും ബെസ്റ്റ് മെയിൽ അല്ലെങ്കിൽ ബെസ്റ്റ് റിപ്പോർട്ട് ആവുക. ആൻഡ് ഇമെയിൽ റൈറ്റിംഗിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഓഡിയൻസ് ആരാണ് എന്നത് നമ്മൾ ശ്രദ്ധിക്കുക, അതിന്റെ പേർപ്പസ് എന്താണ് എന്ന് ശ്രദ്ധിക്കുക, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ടു ദ പോയിന്റ് കാര്യം പറയുക. ഓക്കെ, സോ ജസ്റ്റ് ഒരു റിവിഷൻ തന്നതാണ് എല്ലാവർക്കും. ഇതൊക്കെ നിങ്ങളൊന്ന് പൊടി തട്ടി എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഒരു 100 to 148, ഈ ഒരു 100 day to 148 ഡേയ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാം പറഞ്ഞിട്ടില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഒന്ന് ഓടിച്ചു വിട്ടത്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തോടെ എന്റെ ഇൻപുട്ട് തരൽ കഴിഞ്ഞു, ജസ്റ്റ് റിവൈസിങ് ആണ്. ഓക്കെ, നമ്മൾ 3 ആക്ടിവിറ്റി ആണ് ചെയ്യാൻ പോകുന്നത്. ഈച്ച് ആക്ടിവിറ്റി നമ്മൾ 5 minutes 5 minutes 5 minutes അങ്ങനെ ഡിവൈഡ് ചെയ്യാം. ഇറ്റ്സ് 8:15 നൗ. 8:15 to 8:20 നമ്മൾക്ക് ഡിബേറ്റിന്റെ ടോപ്പിക് എന്താണ്? ഇസ് urbanization good or bad for the society? ഓക്കെ, സോ ഇവിടെ മോഷൻ ഇല്ല. എന്റെ ഡിബേറ്റ് ടോപ്പിക് ക്വസ്റ്റ്യൻ ആണ്. urbanization എന്ന് പറഞ്ഞാൽ എന്താണ്? നഗരവൽക്കരണം. ഓക്കെ, നഗരവൽക്കരണം, അതായത് നമ്മളുടെ ഗ്രാമങ്ങളൊക്കെ നഗരങ്ങളായിട്ട് വൽക്കരിക്കപ്പെടുകയല്ലേ. സോ അതാണ് അർബനൈസേഷൻ. അത് നമ്മുടെ സമൂഹത്തിന് നല്ലതാണോ ചീത്തയാണോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നിങ്ങളുടെ മോഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ പുട്ടപ്പ് ചെയ്യുന്നത് എന്താണ്? ഐ സപ്പോർട്ട് ദാറ്റ് urbanization ഇസ് ഗുഡ് ഫോർ സൊസൈറ്റി, അല്ലെങ്കിൽ ബിഗിൻ വിത്ത് ഐ പുട്ടപ്പ് ദാറ്റ്, അല്ലെങ്കിൽ ഐ സ്റ്റാൻഡ് വിത്ത് ദ മോഷൻ ദാറ്റ് urbanization is bad for the society എന്ന ലൈൻസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത് കൺവേ ചെയ്യുന്ന ഏതൊരു ലൈനിലും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾസോ ലെറ്റ് മീ നോ വൈ. പെർസ്വേസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവണം. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. urbanization നല്ലതാണോ ചീത്തയാണോ? പെർസ്വേസീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. എനിക്ക് മനസ്സിലാവണം നിങ്ങൾ എന്തുകൊണ്ടാണ് നഗരവൽക്കരണം നല്ലത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത് മോശമാണ് എന്ന് നിങ്ങൾ പറയുന്നതിന്റെ റീസൺ എന്താണ്? ഐ ഡോണ്ട് നീഡ് വൺ വേർഡ് ആൻസേഴ്സ് അമീന. എനിക്ക് സെന്റൻസിൽ കൃത്യമായി
I don't want simple sentence. നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു simple sentence ഒക്കെ expect ചെയ്തിരുന്ന ആ ഒരു days കഴിഞ്ഞു. I expect complex and advanced sentences from you all. നിങ്ങളുടെ which is your motion and why do you support that motion? I need it in sentence. Correct വേണം എന്ന് ഞാൻ പറയുന്നില്ല. പെർഫെക്റ്റ് ലൈൻ ആയിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ അതിന്റെ ഒരു മലയാളത്തിലുള്ള തോട്ട് ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലാവും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്താൽ. പ്ലീസ് ആരും ഗൂഗിൾ ചെയ്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഓക്കെ, യു ക്യാൻ ചെയ്യാതെ നിൽക്കാം. പക്ഷെ ആരും ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യണ്ട. ഓക്കെ, കാരണം ഈ ടോപ്പിക്കിൽ ഞാൻ അത്യാവശ്യം ഗൂഗിൾ വായിച്ചിരുന്നു. സോ ഐ മൈറ്റ് അണ്ടർസ്റ്റാൻഡ്. മനസ്സിലായാലും ഞാൻ ഇതോടെ പറയുകയും ചെയ്യും ഇത് ഗൂഗിളത്തെ ലൈൻ ആണ് എന്നത്. സോ നിങ്ങൾക്കും എനിക്കും ഒരു ബുദ്ധിമുട്ടായേക്കാം. സോ ഗൂഗിളിൽ നിന്ന് ആരും കോപ്പി പേസ്റ്റ് ചെയ്യണ്ട. പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റൻ. ഓക്കെ, ടോപ്പിക് ക്ലിയർ ആയിട്ടില്ല അല്ലെ? ഓക്കെ, സോറി. ഇത് ആദ്യമേ ചോദിക്കണമായിരുന്നു കേട്ടോ. അതായത് ടോപ്പിക് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് ആദ്യമേ പറയണേ. ഞാൻ ചോദിക്കാൻ കാത്തു നിൽക്കരുത്. ബിക്കോസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. നിങ്ങൾ ഡൗട്ട് ഉള്ളത് അപ്പൊ തന്നെ ചോദിക്കുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ടോപ്പിക് ഇതാണ്, അർബനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതിനെ അർബനൈസേഷൻ എന്ന് വായിക്കരുത് കേട്ടോ. ആരൊരു കംപ്ലീറ്റ് സൈലന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് അർബനൈസേഷൻ. ഓക്കെ, അർബനൈസേഷൻ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം. മുമ്പ്, അതായത് ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമമായിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് എന്താണ്, അവിടെ ഉണ്ടായ പാടങ്ങളൊക്കെ നികത്തുകയും അല്ലെങ്കിൽ ഇന്ന് വനഭൂമികൾ നശിപ്പിച്ച് അവിടെ പുതിയ സിറ്റീസ് പണിയപ്പെടുകയാണ് അല്ലെ, പുതിയ ടൗൺഷിപ്സ് വരികയാണ്. സോ ഇത്തരത്തിലുള്ള ഈ അർബനൈസേഷൻ, നഗരവൽക്കരണം നമ്മുടെ സമൂഹത്തിന് നല്ലതാണോ അല്ലയോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. Okay, Kavita has replied, I support urbanization. It's good for society as we are living in a modern world with digitalization. We are living in a developing country. Urbanization will help in improving our economy too. Okay, it's a very good try. പക്ഷേ ഒരു പെർസ്വേഡിംഗ് ലെവലിലേക്ക് ആ ലൈൻ എത്തിയിട്ടില്ല. Urbanization help in improving our economy. എങ്ങനെ? How is it improving? We are living in a modern world with digitalization. നമുക്കൊരു റൂറൽ ഏരിയയിലും നിന്നിട്ട് എന്താണ് ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തൂടെ? ഡിജിറ്റലൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് ഒരു അർബൻ ഏരിയയിൽ തന്നെ വേണം എന്നുണ്ടോ? I am from a rural area and I still use all digital facilities. So please അതിൽ ഒന്നുകൂടെ ക്ലാരിറ്റി കൊണ്ടുവരണേ കവിത. But yet the sentence structuring is good. It's a good try. First of all, I would like to start with what is urbanization. ഇവിടെ ഇപ്പൊ നമുക്ക് അത് പറയണ്ടേ, എനിക്ക് നിങ്ങളുടെ പെർസ്വേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാനാണ്. സോ ഇവിടെ അത്ര വാട്ട് ഇസ് നിങ്ങൾ ശരിക്കും ഒരു ഡിബേറ്റിൽ പറയുമ്പോൾ ഇറ്റ്സ് വെരി ഗുഡ്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് വാട്ട് ഇസ് urbanization. ബട്ട് ദ പോയിന്റ് ഐ വാണ്ട് ഹിയർ ഇസ് വൈ ഡു യു സപ്പോർട്ട് ഇറ്റ്സ് ഗുഡ് ഓർ ബാഡ് എന്നുള്ളതാണ് എനിക്ക് എടുക്കുന്നത്. In my point of view, urbanization has both cons and pros. As of to the new generation, urbanization would be of great advantage as time constraints plays its game. Aitha Shafiq, the point is not clear. And also ഡിബേറ്റിൽ ഒരിക്കലും നമ്മൾക്ക് പ്രോസും കോൺസും ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഏതൊരു ടോപ്പിക്കിനും പ്രോൺസും കോൺസും ഉണ്ട്. ഡിബേറ്റ് നമ്മൾ നടത്തുന്ന എന്തിനാണ്? അതിൽ എന്താണ് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ്, സ്മോക്കിംഗ് എല്ലാവർക്കും ഒരു ടൈംലി റിലീഫ് നൽകും. പക്ഷെ നമ്മൾ അതിനെ ബാഡ് ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സ്മോക്കിങ്ങിന്റെ ഒരു ഗുഡ് സൈഡ് ആയിട്ട് എന്താണ്, നമുക്ക് ടെൻഷൻ കുറക്കുന്നതായിട്ട് പറയാം. പക്ഷെ അതിനെ നമ്മൾ സ്മോക്കിംഗ് ഇസ് ബാഡ്, സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്നുള്ളൊരു കാര്യം ഉള്ളതുകൊണ്ടല്ലേ സ്മോക്കിംഗ് ബാഡ് ആണ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതാണ് നിങ്ങളുടെ ഇതിൽ വെയിറ്റ് കൂടി നിൽക്കുന്നത് അതാണ് നിങ്ങൾ പറയേണ്ടത്. സോ ഒരു ഡിബേറ്റിൽ ഒരിക്കലും ഒരു പാർട്ടിസിപ്പന്റ് എന്താണ്, ഇറ്റ് ഹാസ് ബോത്ത് പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയില്ല കേട്ടോ. ഓൾസോ ആദ്യത്തെ ടോപ്പിക് എനിക്ക് ക്ലിയർ ആയിട്ടില്ല. Urbanization destroy the environment of our natural habitat. So I didn't stand for the urbanization. Very good point, Sneha. So I didn't tell her. So I don't stand for urbanization എന്നാണ് കേട്ടോ പറയാ. ഓക്കെ, ഈ സെന്റൻസ് ഒന്ന് നേരെ തിരിച്ചാക്കണം. അതായത് I don't stand with urbanization അല്ലെങ്കിൽ I don't stand for urbanization because എന്ന് പറഞ്ഞിട്ട് ആ റീസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നാവും. കാരണം നമ്മൾ ഡിബേറ്റ്സിൽ പൊതുവെ അങ്ങനെയാണ് ചെയ്യുക. I stand with not good for urbanization. It leads to break the nature, to destroy the natural hazardness.
മറിയം പറഞ്ഞത് എനിക്ക് മനസ്സിലായി, പക്ഷേ അതിൽ വ്യത്യാസമുണ്ട്. ഐ സ്റ്റാൻഡ് വിത്ത് നോട്ട് ഗുഡ് ഫോർ urbanization അല്ല, ഐ സ്റ്റാൻഡ് വിത്ത് ദ മോഷൻ urbanization is not good for society. Okay, അങ്ങനെയാണ് വരിക. Not good for urbanization എന്ന് വരില്ല. Because it leads to natural hazards. അത് മതി. It leads to break the nature, to destroy the natural. അവിടെ കുറെ verbosities, same words repeated ആയിട്ട് വന്നു. അതുകൊണ്ട് നമുക്ക് അവിടെ ഗ്രാമറിൽ പ്രശ്നം വന്നു. ഇത്രയും മതി. Because it leads to natural hazards. Okay, and like what? എങ്ങനത്തെ natural hazards? Natural hazards ഒരുപാട്. As a person who was born and brought up in a rural village, I stand against urbanization, which is not eco-friendly and environment-free. People like a single island or are forced to live in a compartmentalized life, detached away from society, keeping away economical advantages. I prefer a rural life where people are more close and less selfish and more caring. Okay, very good, Swapna. Points are clear, but ഇവിടെ sentence framing ചെറിയ പ്രശ്നങ്ങളുണ്ട്. People like a single island or are forced to live a compartmentalized life detached away from society. Okay, urbanization പറയുന്നതാണ് അല്ലേ? Like a single, okay, fine. Keeping away economical advantages, I prefer a rural life where people are more close and selfish. Less selfish. Okay, fine, clear. I stand by the notion that urbanization is good for the society as a whole. As long as we focus on sustainability while developing, urbanization is a positive change. It makes human life easier, globalization practical, and human connections more reachable. Without urbanization, this online calls will not be possible. Very good, Lakshmi Das. Very good. That's a very well written point. Okay, the other main point in that, as long as we focus on sustainability while developing. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. അതായത് വരും തലമുറകളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട്, അതായത് നമ്മൾക്കുള്ള റിസോഴ്സസ് വരും തലമുറകൾക്ക് വെക്കാതെ ഉള്ള റിസോഴ്സസ് മൊത്തം ഇന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ബട്ട് വേറാസ് എന്താണ്, നമ്മുടെ റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്യുന്നു, അതേസമയം നമ്മൾ അത് ഫ്യൂച്ചർ ജനറേഷൻസിനും കൂടെ ബാക്കി വെച്ചുകൊണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് കോൾഡ് sustainable development, okay, without sacrificing the needs of the future generations. Very good point, Lakshmi Das. Everyone have a look at it. Urbanization is bad for society. It increases migration of people from urban areas. It results in deforestation and overpopulation is happening everywhere. Urbanization കാരണമാണോ overpopulation സംഭവിക്കുന്നത്? Please give me a clarity. Urbanization leads to overpopulation എന്നുള്ളൊരു സംഭവം ഓക്കെ, ആ ഏരിയയിലെ ഡെൻസിറ്റി കൂടുമെന്നായിരിക്കും അല്ലെ നിങ്ങൾ പറയുന്നത്. ഓക്കെ, പോപ്പുലേഷൻ ഇൻക്രീസ് ആകുമ്പോൾ എൻവയൺമെന്റിനെ ബാധിക്കും. ഓക്കെ, ഓക്കെ, ഫൈൻ, ക്ലിയർ. ഓക്കെ, യു ക്യാൻ സ്റ്റോപ്പ് ദാറ്റ്. ഇനി അശ്വതി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അഗെയിൻ മറിയം ഹാസ് മെസ്സേജ്. ലക്ഷ്മി, സ്വപ്ന, സജു, പൗർണമി, ധീരജ്, ബാസിത്, അഞ്ജന ദേവി, രാഖി, കവിത. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാ റിപ്ലൈസിനും താങ്ക് യു. ഓക്കെ, നമുക്ക് എല്ലാ റിപ്ലൈസും എനിക്ക് ഡിസ്കസ് ചെയ്യണം, വായിക്കണം എന്നൊക്കെ ഉണ്ട്. ഐ എം മോർ ദൻ ഹാപ്പി ടു ഡു ദാറ്റ്, ബട്ട് as you all know, we have to stick to our time limit. Next is the persuasive speech. നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ സെന്റൻസ്, not more than 3 sentences, okay, not one sentence, between 2 to 4. Okay, 2 is the minimum and 4 is maximum. Persuade me to shift to eat less or avoid junk foods. I am a person who eats a lot. Imagine I am a person who eats a lot of junk foods. Okay, junk foods എന്താണെന്ന് അറിയാലോ? These fast foods, processed foods, burgers, chocolates, ice cream. Okay, these all come under junk foods. How would you persuade me to avoid or eat less of it? Your time starts now. Please do ask me if the question is not clear. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇനി തൊട്ട് നമ്മുടെ ക്ലാസ് ഒരു ഇത്രയും കാലം ഒരു 80% മലയാളം, 20% ഇംഗ്ലീഷ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി തൊട്ട് ഒരു 65-35 എന്ന രീതിയിലാവും. That is 65% മലയാളം, 35% ഇംഗ്ലീഷ് എന്നുള്ള ഒരു രീതിയിലേക്കാവും. സോ അത് ആർക്കെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ടെൽ മീ. ഓക്കെ, നോട്ട് ക്ലിയർ. അതായത് ഞാൻ വളരെയധികം ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബർഗേഴ്സ്, പിസ്സ, പ്രോസസ്ഡ് ഫുഡ്സ് ലൈക്ക് ഐസ്ക്രീം, ചോക്ലേറ്റ് എല്ലാം കഴിക്കുന്ന ഒരാളാണ്.
സോ നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യുക എന്താണ് ഇതൊന്നുമല്ല ഹെൽത്തി ഈറ്റിംഗിലേക്ക് മാറേണ്ടതുണ്ട് അത് എന്തുകൊണ്ട് എന്നൊരു 2 മുതൽ 4 വാക്യത്തിനുള്ളിൽ നിങ്ങൾ എന്നെ കൺവിൻസ് ചെയ്യുക. വൈ ഷുഡ് ഐ ഷിഫ്റ്റ്? ഞാൻ ഒരു ജങ്ക് ഫുഡ് ഈറ്റിംഗിൽ നിന്ന് ഹെൽത്തി ഈറ്റിംഗിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ട്? വൈ ഷുഡ് ഐ ഡു ഇറ്റ് എന്ന രീതിയിൽ നിങ്ങൾ എനിക്കൊരു പെർസ്വേസീവ് സ്പീച്ച് പ്രൊവൈഡ് ചെയ്യുക. സ്പീച്ച് അല്ല, ഐ ജസ്റ്റ് നീഡ് 2 to 4 sentences. I hope the question is clear. Okay, ഒരാള് വലിയ മെസ്സേജ് അയച്ചിട്ടുണ്ട്. Urbanization is a good thing when every single person in the society gets to experience the best lifestyle which is possible. Okay, very good thing. Urbanization ഒരു പ്രശ്നമാണ്. The rich becomes rich and the poor becomes poor എന്നുള്ളത്. So ആ ഒരു പോയിന്റിനെയാണ് ഇവിടെ ഫസ്റ്റ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. എനിക്ക് പേരറിയില്ല, ഫോണിന്റെ പേരാണ് കിടക്കുന്നത്, റിയൽമി എക്സെട്ര എക്സെട്ര. എനിവേ ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. But nowadays, things are not the same everywhere. Only the richest or the top people in the society are the ones who are getting the complete advantage of urbanization. Exactly. Very good point. We can take an example. There is a city in Mumbai where one of the richest people in the world, one of the richest person in the world ആണ് ട്ടോ. One of the richest people in the world അല്ല, one of the richest person in the world ആണ്. People plural ആണ്. Well, Ambani's residency is located. If you observe that locality closely, we can notice that Anitili Ambani's residence is surrounded by slums where people are trying to make a day without dying. So while one is having the complete advantage of urbanization, the other majority are struggling on the other hand. Very good point. Junk food has a lot of content which is not good for our digestive system. Junk foods can affect your complexion and make you age faster. Very good point, Swapna. Thank you. Because junk foods can damage our health and it can bring a lot of sickness. Okay, thank you. Very good. Junk foods are not good for your health. So please avoid eating junk foods, which will reduce your lifespan. Junk foods will damage your metabolism too. So avoid eating it. Very good, Madhu. The word metabolism can be noted. Metabolism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കംപ്ലീറ്റ് നമ്മൾ ഫുഡ് കഴിച്ച് അത് പ്രോസസ് ആയി നമ്മൾക്ക് കിട്ടുന്ന അതിൽ നിന്ന് കിട്ടുന്ന എനർജി അതിനൊക്കെ മൊത്തത്തിൽ പറയുന്ന ഒരു വേർഡ് ആയിട്ട് നമുക്ക് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഒരു എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെ പറയാം നമുക്ക് മെറ്റബോളിസം. സോ നോട്ട് ദാറ്റ് വേർഡ്. വെരി ഗുഡ്. Madhu has used a good vocabulary there. You should stop eating junk foods because it will make you sick earlier. It will make you sick. I think you must shift your eating habits from junk food to healthy foods. By doing that, you can build a healthy body as well as a healthy mind. Yes, Shifa, very good. Day to day, people എന്നൊരു യൂസേജ് ഇല്ല. പേഴ്സന്റെ പ്ലൂറൽ ആണ് പീപ്പിൾ. ഓക്കെ, അപ്പൊ പീപ്പിൾസ് എന്നൊരു വാക്ക് തന്നെ ഇല്ല. ഓക്കെ, പീപ്പിൾ എന്നാണ്. Day to day, people are consuming junk foods regularly. That's why hospitals are running very profitable. Exactly, very good point, Arfad. Hospitals are running very profitable എന്നല്ല, running with high profits എന്ന് പറയാം ട്ടോ. So eat good and be healthy. Okay, it's better to avoid junk foods to be healthy. Processed foods will lead to serious health issues, and nowadays hospital expenses are very high. Please consider all these things whenever you have an urge to eat junk foods. Very good, Lakshmi. The word urge can be noted there. Urge എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു craving ഇല്ല, ആ ഒരു പുതി, അതിനാണ് urge എന്ന് പറയാം. Very good. Okay, thank you all for the advices. Okay, I'm very happy with it. Junk food leads to obesity. When you have food, it is to provide your body with essential nutrients. Human food intake is measured in calories. When you eat junk foods, which are high in calories but low in nutrients, your body will not get enough nutrients. Very well explained. Thank you so much. This feels very scientific. Okay, thank you all. Okay, enough with that. Adamadi, thank you. നെക്സ്റ്റ് സ്റ്റോറി ടെല്ലിംഗ്. നിങ്ങൾ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ആരെങ്കിലും ഒരാളൊന്ന് ട്രൈ ചെയ്യും. നമ്മുടെ ആമയുടെ മുയലിന്റെയും കഥ നമുക്ക് എല്ലാവർക്കും, ഞാൻ അതാണ് അത്രയും ഈസി സ്റ്റോറി കൊടുത്തിരിക്കുന്നത്. അത് തന്നെ ആവണം എന്നില്ല, ഞാൻ എല്ലാവർക്കും അറിയുന്ന ഒരു കഥ ആയതുകൊണ്ട് അതോടെ കൊടുത്തേ ഉള്ളൂ. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കഥ, നമ്മൾ മറ്റേ കാക്ക കുടത്തിൽ കല്ലിടുന്ന ദ തേഴ്സ്റ്റി ക്രോ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു സ്റ്റോറി ഇവിടെ ഇടാത്തത്. റാബിറ്റ് ആൻഡ് ടോട്ടോയ്സ് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലല്ലോ, ആമയും മുയലും. സോ ആരെങ്കിലും ഒന്ന് എഫേർട്ട് എടുത്തിട്ട് നമുക്ക് എല്ലാവരും ടൈപ്പ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഞാനത് വായിച്ചു വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ലാസ്റ്റ് മോൺസി, ബട്ട് ഇറ്റ് ഡിസ്ട്രോയ്സിന്റെ DE ആണ് കേട്ടോ, ഡിസ്ട്രോയിഡിന്റെ സ്പെല്ലിംഗ്. Our natural health, it contains many preservatives and taste makers which may affect our health. Very good. Thank you.
Good for taste, but can put you on bed rest. Very good, Abhinav. Our usage is junk foods are good for taste, but can put you on bed rest. Very good. അത് ആ ഒരു ലൈനൊക്കെ കണ്ടോ, വളരെ ഷോർട്ട് ആണ്, വളരെ പ്രിസൈസ് ആണ്, ബട്ട് എന്താണ് വളരെ ക്ലാരിറ്റിയിൽ കാര്യം പറഞ്ഞു. നമ്മൾ ഒരുപാട് പറയുന്നതിനേക്കാൾ ഒറ്റ വാക്കിൽ ഒറ്റ സെന്റൻസിൽ വളരെ വെൽ കൺവേഡ്. ആരെങ്കിലും സ്റ്റോറി പറയാൻ ആരാ വരിക? ആരെങ്കിലും? എനിവൺ റെഡി? ഐ ഹെൽപ്പ് യു. നിങ്ങൾ ഒറ്റക്ക് പറയണ്ട, ഐ ഹെൽപ്പ് യു മതി. ഈ ഒരു നമ്മുടെ പെർസ്യൂസീവ് സ്പീച്ച് നിർത്തിക്കോളൂ. സ്റ്റാർട്ട് വിത്ത് സ്റ്റോറി ടെല്ലിംഗ്. ആരാ ഒരാൾ വരിക? ഐ ഹെൽപ്പ് യു. ആരും പേടിക്കണ്ട, തെറ്റിയാലൊക്കെ ഓക്കെയാണ്. തെറ്റിയാൽ മാത്രമേ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഫുൾ ആയിട്ട് കറക്റ്റ് പറഞ്ഞാൽ പിന്നെ എനിക്കിവിടെ റോൾ ഇല്ലാണ്ടാവും. സോ ഇറ്റ്സ് ടോട്ടലി ഫൈൻ ടു മേക്ക് മിസ്റ്റേക്സ്. This modern hectic world, everyone are even haven't time for healthy lifestyle, and most of them are being lifestyle disease patients. Disease ന്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണേ. DI ആണ്, DIE അല്ല കേട്ടോ, DIS അങ്ങനെയാണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. ഡിസീസ് പേഷ്യൻ ആൻഡ് ഇറ്റ് ഈസ് paramount to avoid. വെരി ഗുഡ്. പാരമൗണ്ട് നമ്മൾ ക്ലാസ് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് എന്നതിന്റെ സിനോണിം ആണ് paramount. Paramount to avoid junk foods for a better lifespan. വെരി ഗുഡ്. സോ ആദ്യം സ്പെല്ലിംഗ്സ് ശ്രദ്ധിക്കണേ. സ്റ്റോറി പറയാൻ ഇവിടെ ആരും ഇല്ലേ? Okay, Madhu, then you can read it out. I have written a short story today. Very good. I feel really happy for that initiative. I'll let you unmute. Can you unmute? Unmute ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yes, I did. Yes. Good evening, Madhu. Good evening. How are you? Fine, I'm fine. Okay. You can continue. I did this short story today just because of the last day we have one short story writing. You have already given us as a practice now. Yes. So I did just for a I don't know, that will be interesting. I don't know. Totally fine. You can just read it. It was not a just before that ബാക്കി എല്ലാവരും മധു പറയുന്നത് കൃത്യമായി ശ്രദ്ധിക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ട് എങ്കിൽ അത് പറയുക. ആൻഡ് ഓൾസോ മധുവിന് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്സ് നൽകാനും ശ്രമിക്കുക. സോ എല്ലാവരും be attentive. Yes, Madhu, you can start. Its name is Last Meeting. Last Meeting. Okay. I'm starting the story. He was breezing through the lawn path to home after getting down from the bus at the stop. Looking for a rickshaw could not help him. He breezed through the lawn path to home from there on foot. His mind was uncontrollably sad, and his eyes were running with tears. Aiming to reach home, he stepped forward faster. His heart ticked faster with anxiety. The anxiety increased uncontrollably when he saw his house from long distance. He could see the house was overcrowded with many are walking in the yard, muttering feebly. He could not control his emotions. He was eager to see his mom's face. While he reached his hostel room from his office, he got a message from his friend denoting some unhappy incident happened at his house. He took his bag on his shoulder and returned home. It was a trip long past 6 months. His brother ran to him as he reached home. He could smell some bad incident happened, though brother told nothing. As he entered home, he saw his mom's body wrapped in white cover, and an oil lamp was found lit up. Looking into his mom's body, he fainted. That's all. Okay, that's a very good short story. Like very emotional. കാര്യങ്ങളായി conveyed ആണ്. Emotions very well conveyed ആണ്. Okay. Everyone can give a big round of applause. ആർക്കെങ്കിലും എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. I have no comments on this. This is really good. ഇത്രയും ഷോർട്ട് ആയിട്ട് നമുക്ക് ഇത്രയും ഇമോഷണൽ സംഭവം കൺവേ ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഫാക്ടുകളൊക്കെ ഇപ്പൊ സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് ഒറ്റ സെന്റൻസിൽ കൺവേ ചെയ്യാം. പക്ഷെ നമ്മുടെ ഇമോഷൻസും ഫീലിംഗ്സും കുറച്ച് വാക്കുകളിൽ കൺവേ ചെയ്യാന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് മധു ഹാസ് ഡൺ ഇറ്റ് വണ്ടർഫുള്ളി. ഓക്കെ, ഇമോഷൻസ് ആർ റൈറ്റ്ലി കൺവേ. ജസ്റ്റ് ഒരു ചെറിയ സജഷൻ, നമ്മൾ ഈ അൺകൺട്രോളബിളി എന്നുള്ള ഒരു വേർഡ് ഒക്കെ ലൈക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാതെ ഇരിക്കാൻ
ശ്രദ്ധിക്കുക. ഇപ്പൊ 2 പ്രാവശ്യം ഇതിൽ അൺകൺട്രോളബിളി വന്നു. ഷോർട്ട് സ്റ്റോറി അല്ലേ, സോ സെയിം വേർഡ് റിപ്പിറ്റേഷൻ. Okay. So you can Okay. find a synonym and alternative. പിന്നെ മറ്റൊരു സംഭവം മട്ടറിങ് ഫീബ്ലി എന്നിടത്ത് മട്ടറിങ്ങിന്റെ അർത്ഥം തന്നെ നമ്മൾ പയ്യെ സംസാരിക്കുക എന്നതാണ്. Yes. മട്ടറിങ് എന്ന് മതി. മട്ടറിങ് ഫീബ്ലി എന്നതിന്റെ ആവശ്യം ഇല്ല. അതൊരു വെർബോസിറ്റി ആയിട്ട് വരും. ബട്ട് അതങ്ങനെ പറയുന്നത് ഒരു വലിയ മിസ്റ്റേക്ക് ഒന്നുമല്ല. ബട്ട് സിൻസ് നമ്മളിവിടെ ഒരു സ്റ്റഡിങ് ലേണിംഗ് പ്രോസസ്സിൽ ആയതുകൊണ്ട് ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചെങ്കിൽ അയാൾ വളരെ ഫീബിൾ ആയിട്ടാണ് ആ മട്ടറിങ് പോലും കേട്ടതെന്നാണ്. യെസ്, മനസ്സിലായി. ബട്ട് മട്ടറിങ് എന്നതിന്റെ ഒരു സംഭവം തന്നെ നമ്മളിങ്ങനെ പയ്യെ ഇങ്ങനെ സംസാരിക്കില്ല, അതാണ് മട്ടറിങ്. സോ ജസ്റ്റ് ആ മീനിങ് ക്ലിയർ ആവാൻ വേണ്ടി, എല്ലാവർക്കും വൊക്കാബുലറി ക്ലിയർ ആവാൻ വേണ്ടി പറഞ്ഞാണ്. ആൻഡ് ദ വൊക്കാബുലറി യു യൂസ് ഹിയർ ഇസ് ഓൾസോ വണ്ടർഫുൾ. ഓക്കെ, ബിക്കോസ് മട്ടറിങ് ഫീബ്ലി, അൺകൺട്രോളബിൾ, ആങ്സൈറ്റി, ഹാർട്ട് ടിക്കിംഗ്, അതൊക്കെ വളരെ അതൊക്കെ വളരെ കൺവേഡ് ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു ഫോർ ദ ഇനിഷ്യേറ്റീവ്. Thank you. Okay. So you may unmute me. Yeah, I mean mute you. Yeah, done. Okay. So ഇന്ന് ഇവിടെ എല്ലാരും ചെയ്യേണ്ടത്, ഇന്നിപ്പോ ഞാൻ ഇത്രയും നേരം ചോദിച്ചിട്ടായിരുന്നു. I mean, Madhu came up, that's a happy thing. But ബാക്കിയുള്ളവരുടെ ഒരു കോൺഫിഡൻസ് കുറവും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒരുപാട് നേരം ചോദിച്ചിട്ടും ഒറ്റ ഒരാളാണ് റേസ് ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു റാബിറ്റ് ആൻഡ് ടോർട്ടോയിസിന്റെ കഥയെങ്കിലും നിങ്ങൾ പറയാൻ ഇന്ന് പഠിച്ചിരിക്കണം. ഓക്കെ, കാണാപ്പാടം പഠിക്കാനല്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് അത് സ്വന്തമായി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലേക്ക് ആക്കാൻ കഴിയണം. ഓക്കെ, Madhu is getting so many good comments in the comment box, chat box. Have a look at it. Okay, so we'll go to the next. Planning for future, that is setting personal goals. നമ്മൾ എല്ലാവരും ഡിഫറെന്റ് സ്റ്റേജിൽ നിൽക്കുന്നവരാണ്. ഇപ്പൊ ഈ ഒരു നമ്മുടെ 21 സെഷൻസും അറ്റൻഡ് ചെയ്തവരുണ്ടാവും, ഇതിൽ 15 സെഷൻസ് അറ്റൻഡ് ചെയ്തവരുണ്ടാവും, 10 സെഷൻസ് അറ്റൻഡ് ചെയ്തവരുണ്ടാവും. അതുപോലെ ഇതിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇംഗ്ലീഷിന്റെ ബേസ് ഉള്ളവരുണ്ട്, ഒരു മോഡറേറ്റ് ലെവൽ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ട്, അത്യാവശ്യം ആവറേജ് ഇംഗ്ലീഷ് അറിയാം ബട്ട് സംസാരിക്കാൻ ഒരു കോൺഫിഡൻസിന് മാത്രം വന്നവരുണ്ട്. സോ എനിക്ക് സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഗോൾ സെറ്റ് ചെയ്ത് തരാൻ പറ്റില്ല, കാരണം നമ്മൾ എല്ലാവരും ഡിഫറെന്റ് പൊസിഷൻസിൽ നിൽക്കുന്നവരാണ്. ബട്ട് ഐ ക്യാൻ ഹെൽപ്പ് യു ടു സെറ്റ് യുവർ ഓൺ ഗോൾസ്. ഓക്കെ, സോ നമ്മളൊരു ഫ്യൂച്ചർ പ്ലാനിങ് നടത്താണ്. ആദ്യം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം. അറിയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇനിയും നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്താൽ പോരെ, ഇനിയും ഒരുപാട് സമയത്ത് പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതില്ലല്ലോ. സോ ഫസ്റ്റ് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യേണ്ടത് എന്തിലൊക്കെയാണ് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളത് അല്ലെങ്കിൽ ക്ലാരിറ്റി ഉള്ളത്. ദാറ്റ് ഇസ് start with what you already know. Okay, that's the first step. So sort out or recognize or reflect yourself what you have really studied. Then second is set both short term and long term goals. Short term എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഞാൻ 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ ഒക്കെ നമുക്ക് ഷോർട്ട് ടേം ആയിട്ട് കണക്കാക്കാം. ലോങ് ടേം പറയുമ്പോൾ നമുക്ക് ഒരു 3 months, ഇപ്പൊ നമ്മുടെ കോഴ്സ് ആകെ 1 year ആയതുകൊണ്ട് ലൈക് 365 days ആയതുകൊണ്ട് ലോങ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത് 10 years from today, 15 years from today ഒക്കെയാണ്. പക്ഷെ നമ്മുടെ ഒരു EEP കൺസ്ട്രക്റ്റില് ഒരു ലോങ് ടേം ഗോൾസ് എന്ന് പറയുന്നത് 3 months ഒരു ഗോള്, 6 months ഒരു ഗോളൊക്കെ നമുക്ക് ലോങ് ടേം ഗോൾ ആയിട്ടും സെറ്റ് ചെയ്യാം. സോ നിങ്ങൾ നിങ്ങളുടെ ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും സെറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് ഇൻ എ വീക്ക് എനിക്കൊരു കഥ പറയാൻ പറ്റണം. ഓക്കെ, ഒരു 2 weeks എനിക്ക് സ്വന്തമായി ഒരു കഥ എഴുതാൻ പറ്റണം. അതായത് 1 week ഇപ്പൊ ആമമോയിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഒരു കഥനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയണം. ഒരു 2 weeks ഇപ്പൊ നമുക്ക് മധു ഒക്കെ പറഞ്ഞു തന്ന പോലത്തെ ഒരു ഷോർട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. എന്ന രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യുമ്പോൾ എന്താണ്, സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം. സ്മാർട്ട് ഗോൾസ് എന്താണ്, മുമ്പും പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് ആയിരിക്കണം. ദാറ്റ് ഈസ് എനിക്ക് ഗ്രാമർ ഇംപ്രൂവ് ചെയ്യണം, അങ്ങനെയല്ല, ഗ്രാമറിൽ എന്താണ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, ടെൻസ് ആണോ, അസോസിയേഷൻ വേർഡ്സ് ആണോ, മോഡൽ വേർബ്സ് ആണോ, സിൻടാക്സ് ആണോ, എന്താണ്. സോ ബി സ്പെസിഫിക്. മെഷറബിൾ ആയിരിക്കണം. ലാസ്റ്റ് വീക്ക് എനിക്ക് ഇതിന് പറ്റിയോ, നെക്സ്റ്റ് വീക്ക് എനിക്ക് ഇതിന് പറ്റുമോ എന്ന രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കണം. എ ഇസ് അച്ചീവബിൾ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ഗോള് സെറ്റ് ചെയ്ത് തരാണ്. നെക്സ്റ്റ് വീക്ക് എല്ലാവരും എനിക്കൊരു 10 page എസ്സേ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി കൊണ്ടുവരണം. എല്ലാവർക്കും അച്ചീവബിൾ ആയിരിക്കില്ല. സോ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ടിപ്സ് തരുന്നത്. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾ നിങ്ങൾക്ക് അച്ചീവബിൾ ആയിരിക്കണം. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. ആർ ഇസ് ഫോർ റെലവെന്റ്. നമ്മൾ എന്തിനാണോ ഗോൾ സെറ്റ് ചെയ്യുന്നത് അതുമായി റെലവെന്റ് ആയിരിക്കണം. നമ്മളുടെ ഇപ്പോഴത്തെ ഇംഗ്ലീഷ് ലേണിംഗ് അല്ലേ, അതിന് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സയൻസ് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. സോ റെലവെന്റ് ഗോൾസ് ആയിരിക്കണം. ആൻഡ് ടി ഇസ് ഫോർ ടൈം ബൗണ്ട്. വിത്തിൻ
നമ്മൾ എപ്പോഴും ഡെഡ് ലൈൻസ് വെക്കുക. എന്ത് കാര്യം ചെയ്യാനായാലും ഡെഡ് ലൈൻസ് വെച്ച് വർക്ക് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഇസ് വിത്തിൻ 1 വീക്ക്, വിത്തിൻ 2 വീക്ക്, അല്ലെങ്കിൽ അടുത്തത് ഇത് അതായത് നിങ്ങൾക്ക് 2 രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗോൾ സെറ്റിംഗ് ഒരു ബുക്കിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഞാൻ ചെയ്യേണ്ടത് ഒരു സ്റ്റോറി പറയാൻ പഠിക്കുക എന്നതാണ്. പക്ഷെ അത് എന്ന് എന്നുള്ളതും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. വിത്തിൻ 1 വീക്ക് ആണോ, വിത്തിൻ 10 ഡേയ്സ് ആണോ, ചിലർക്ക് ടൈം കൂടുതൽ വേണ്ടി വരും. അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, ബട്ട് ടൈം ബൗണ്ട് ആയിരിക്കണം. ഓക്കെ, സോ ഗോൾ സെറ്റിംഗിൽ അത് ശ്രദ്ധിക്കുക. സ്മാർട്ട് ഗോൾസ് ആയിരിക്കണം. ദാറ്റ് ഇസ് സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവന്റ് ആൻഡ് ടൈം ബൗണ്ട്. Then decide how you will measure your progress. എങ്ങനെയാണ് നമ്മളിവിടെ ഇപിക്ക് എക്സാം ഒന്നും നടത്തുന്നില്ലല്ലോ. സോ എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കുക? നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് നിങ്ങൾ തന്നെ എങ്ങനെ മെഷർ ചെയ്യും? നമ്മളൊന്ന് പറഞ്ഞിരുന്നു റിഫ്ലക്റ്റീവ് ആക്ടിവിറ്റീസിൽ ജേർണലിംഗ്. നിങ്ങൾ കഴിഞ്ഞ മാസം ചെയ്ത ജേർണലിംഗും ഈ മാസം ചെയ്ത ജേർണലിംഗ് ഒക്കെ നിങ്ങൾ കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതല്ലെങ്കിൽ വൺസ് എ മന്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ശരിക്കും അറിയുന്ന ഒരു ഫ്രണ്ടുമായിട്ട് കൺവേഴ്സേഷൻ വെക്കുക. ഓക്കെ, ആ രീതിയിലൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് നിങ്ങളുടെ പ്രോഗ്രസ് മെഷർ ചെയ്യുന്നതെന്ന് നിങ്ങൾ ഐഡിയ ഉണ്ടാക്കുക. സ്റ്റിക്ക് ടു എ സ്കെഡ്യൂൾ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഒരു ദിവസം ഫുൾ ഇരുന്ന് ഇംഗ്ലീഷ് പഠിച്ചു, ബാക്കി 6 ദിവസം ഇംഗ്ലീഷ് മൈൻഡ് ചെയ്തില്ല. ദാറ്റ് ഇസ് നോട്ട് ദ വേ. ഇപ്പൊ ഡെയിലി 10 മിനിറ്റ്സ് ആണെങ്കിൽ മതി. ലൈക് ബി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾ വീക്ക്ലി വൺസ് ലൈവ് സെഷൻ ഉണ്ട്. ദാറ്റ് ഇസ് ബീങ് കൺസിസ്റ്റന്റ്. നിങ്ങൾ എല്ലാ ദിവസവും 15 മിനിറ്റ്സ് നിങ്ങളുടെ ടാസ്കിന് കൊടുക്കുന്നു. ദാറ്റ് ഇസ് ബീങ് കൺസിസ്റ്റന്റ്. ഓക്കെ, സോ ഒരു സ്കെഡ്യൂൾ എല്ലാ ദിവസവും രാവിലെ 6 to 6:30 അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ നിങ്ങൾ നിങ്ങളുടേതായ ഇപ്പൊ ഡെയിലി പറ്റുന്ന ഒരു 1.5 ദാറ്റ് ഇസ് ഡേ ബൈ ഡേ, ഓൾട്ടർനേറ്റീവ് ഡേയ്സ്. സോ മേക്ക് എ സ്കെഡ്യൂൾ ഓഫ് യുവർ ഓൺ ആൻഡ് സ്റ്റിക്ക് ടു ഇറ്റ്. Then next one is reassess and set new goals. നിങ്ങൾ ഒരു ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോൾ ഒക്കെ വെച്ചു. 1 വീക്കിന്റെ ഗോൾ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടില്ല, വീണ്ടും അത് നെക്സ്റ്റ് വീക്കിലേക്ക് പോയി. സോ നിങ്ങൾ അത് റീഅസസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ വെച്ച ഗോളിനേക്കാൾ വേഗത്തിൽ, നിങ്ങൾ വെച്ച ടൈം ബൗണ്ടിനേക്കാൾ വേഗത്തിൽ അത് അച്ചീവ് ചെയ്താലും അപ്പോഴും റീഅസസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. ഓക്കെ, സോ കീപ് റിവൈസിങ് യുവർ ഗോൾ. ദെൻ ബി സ്പെസിഫിക്. നമ്മൾ ആ സ്മാർട്ട് ഗോൾസിൽ പറഞ്ഞത് നിങ്ങളുടെ ഗോൾ എന്താണെന്ന് സ്പെസിഫിക് ആയിട്ട്. ഗ്രാമർ പഠിക്കുക അങ്ങനെയല്ല, ഗ്രാമറിൽ എന്ത്, ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുക. ദാറ്റ്സ് എ ബ്രോഡ് ടേം. ഇംഗ്ലീഷിൽ എന്താണ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെ. ഫൈനൽ തിങ് ഇസ് റിമെമ്പർ ദാറ്റ് ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, നമ്മളൊരു ലാംഗ്വേജ്, പുതിയൊരു കൾച്ചർ, പുതിയൊരു ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒന്നും നിങ്ങൾക്ക് ഒരു പ്രൊഫഷ്യന്റ് ആളാവാനോ മാസ്റ്റർ ആവാനോ ഒന്നും സാധിക്കില്ല. ബിറ്റ് ബൈ ബിറ്റ് വിൽ ഡു ഇറ്റ് എവറി ഡേ. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് വിൽ ടേക്ക് ടൈം, സോ ബി പേഷ്യന്റ്. ഓക്കെ, ഒരു വിത്തിൻ ഫ്യൂ ഡേയ്സ് അടിപൊളിയാവുക അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നമ്മളുടെ ബെസ്റ്റ് ട്രൈ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി ജസ്റ്റ് ഫ്യൂ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഇതേപോലെ തന്നെ ചെയ്യാനല്ലേ, ഞാൻ വെറുതെ ഒരു എക്സാമ്പിൾസ് തരികയാണ് ഇവിടെ. മെഷറബിൾ ഗോൾസ് അല്ലെങ്കിൽ സ്മാർട്ട് ഗോൾസിന് എക്സാമ്പിൾസ് ആണ്. പ്രാക്ടീസ് ഇംഗ്ലീഷ് ഫോർ 15 മിനിറ്റ്സ് എ ഡേ. അതെന്താണ്, സ്പെസിഫിക് ആണ്, മെഷർ ചെയ്യാൻ പറ്റും. 15 മിനിറ്റ്സിന് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. അച്ചീവബിൾ ആണ്. നിങ്ങളുടെ അച്ചീവബിൾ ടൈം അനുസരിച്ച് ചെയ്യുക. ചിലർക്ക് 15 മിനിറ്റ്സേ പറ്റുള്ളൂ, ചിലർക്ക് ഹാഫ് ആൻ അവർ പറ്റും, ചിലർക്ക് 1 hour പറ്റും, ചിലർക്ക് 2 hour പറ്റും. അതനുസരിച്ച് നിങ്ങൾ മാറ്റുക. ദെൻ ഇഡിയംസ്, 3 ന്യൂ ഇഡിയംസ് എ വീക്ക്, 3 ന്യൂ ഇഡിയംസ് അല്ലെങ്കിൽ 4 ന്യൂ ഇഡിയംസ് എ മന്ത് എന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക. 1 new vocabulary word a day. Practice tongue twisters once a week. Find a language partner and practice English once a week or once a month. ഇത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ജസ്റ്റ് മെഷറബിൾ ഗോൾസിന്റെ ഫ്യൂ എക്സാമ്പിൾസ് ഞാൻ ഇവിടെ ജസ്റ്റ് ഫ്രെയിം ചെയ്തതാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന രീതി നിങ്ങൾ അത് പേഴ്സണലൈസ് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് 2-3 പേരെങ്കിലും എനിക്ക് ഫീഡ്ബാക്ക് അല്ല, ശ്രദ്ധിക്കുക, എനിക്ക് വേണ്ടത് ഫീഡ്ബാക്ക് അല്ല. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫീഡ്ബാക്ക് പറഞ്ഞു. ഇവിടെ എനിക്ക് ഫീഡ്ബാക്ക് അല്ല, നിങ്ങളുടെ ലേണിംഗ് എക്സ്പീരിയൻസ് എന്താണ്, ഇസ് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്, ബോറിംഗ്, വെദർ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, എന്താണ് എന്നുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് തരേണ്ടത്. ഓക്കെ, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം. നിങ്ങളുടെ ഒരു ലേണിംഗ് ജേർണി എങ്ങനെയുണ്ട് എന്നുള്ളത്. ചാലഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ലേണിംഗ് ജേർണിയിൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ്. ദെൻ മറ്റൊന്ന് വാട്ട് പേഴ്സണൽ ഗ്രോത്ത്. അതായത് ഇംഗ്ലീഷ് ലേണിംഗ് അല്ലാണ്ട് നിങ്ങളുടെ കോൺഫിഡൻസിലോ സെൽഫ് എസ്റ്റീമിലോ ഒരു ജോബ് സ്പേസിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കമന്റ് കിട്ടുകയോ ഏതെങ്കിലും ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തോളൂ. സോ ഐ കൻ ഗെറ്റ് മോർ പീപ്പിൾസ് റിപ്ലൈ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മോർ പീപ്പിൾസ് റിപ്ലൈ എന്ന് പറയുന്നതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് അറിയോ? PEOPL അപ്പോസ്ട്രോഫി എസ് ആണ് കേട്ടോ, ആൾക്കാരുടെ.
ഓക്കെ, അത് പീപ്പിൾ എസ് ആഡ് ചെയ്തിട്ട് അതിനെ പ്ലൂറൽ ആക്കിയിരിക്കുന്നില്ല. മോർ പീപ്പിൾ റിപ്ലൈ എന്ന് പറയുന്നത് പീപ്പിളിന്റെ എന്നാണ് കേട്ടോ. യെസ്, താങ്ക് യു ഷെറിൻ ഫോർ ദാറ്റ്. ഓക്കെ, ഷെറിൻ ഇട്ടേക്കുന്ന കണ്ടില്ലേ? എനിക്ക് കൺഫ്യൂഷൻ വേണ്ട, കാരണം ഞാൻ പീപ്പിൾസ് എന്ന് യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ആൻഡ് ഞാനത് പറഞ്ഞപ്പോൾ ഇനി ആർക്കും ഒരു ഡൗട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ്. ആൾക്കാരുടെ എന്നതിന്റെ മീനിങ് ആണത്. Okay, come on. So share your learning experience. What are the major challenges that you overcame അല്ലെങ്കിൽ overcome ചെയ്യാത്ത ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് പറയുക. And also if you have had any sort of personal growth, please let me know. അത് ജോബ് സ്പേസിലാവാം, സ്വന്തം ലൈഫിലാവാം. ഇനി ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറയണം എന്നുണ്ടെങ്കിൽ please let me know. I'll help you unmute too. Can't attend regularly. That's I facing lesson are really interesting and also have some stage fright. Okay. ക്ലാസ്സസ് റെഗുലറായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന് നമുക്കൊരു ബദലായിട്ട് എന്താണ്, ഓൺലൈൻ സെഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ, സ്റ്റേജ് ഫ്രൈറ്റ്, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, ഷുവർ ആയിട്ടും അത് മാറും. ഞാനും മറ്റേ ഒരു പേടിയില്ലാത്ത ആളൊന്നും അല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളിൽ അധിക ആൾക്കാരും എന്നിലും ഏജ്ഡ് ആണ്, എന്നിലും എക്സ്പീരിയൻസ്ഡ് ആണ്, എന്നിലും എഡ്യൂക്കേറ്റഡ് ആണ്. അതിൻ്റെതായ പേടികളൊക്കെ എനിക്കിവിടെ ഉണ്ട്. ബട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെയ്യാനും പറയാനും പഠിപ്പിക്കാനും ഉള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, ജെയ്സൺ, ഐ വിൽ ഹെൽപ്പ് യു അൺമ്യൂട്ട്. യെസ് ജെയ്സൺ, യു ക്യാൻ സ്പീക്ക്. അൺമ്യൂട്ട് ചെയ്ത് നോക്കിയേ. Yeah, fine. Can you hear me, ma'am? Yes, yes, I can hear you. Good evening, Jason. Hello. Good evening, ma'am. So, I think its journey is very important for me. And just explaining what I felt about this English learning class in EE program. So, as a learner, this program helps me more to know the language very well. I think reflect on my journey as well. And I began my EP class, I think I remember it's 115 classes enrichment program I started. So I felt it the neutral feelings before. I'm not much obligated. I not wondered about this class, so I can improve or better more or in my future life. Or so I'm so worried about when I started before this learning class. I joined before. So this is my first time to join a EEP program in my career. So communication and writing skills, I think it's need to improve more. So even JD and I think it's more learning and reading also. I felt writing and so much better more. So one of my main benefits and advantages of EE program, I think it's sometimes I can make good ideas and responses some related subject. So I can make some different ideas to connect with each other. So I'm regularly I'm improve myself. So as in daily life. So I would like to comparison with when my first class and EEP and right now I am. So it's a better learning and achieved before what I felt. Okay, is there any particular challenge or difficulty that you faced in this journey? So particular challenge, I think I take some more times. I can speaking a little bit good, but I have to write. I need to take some more time. So I have to improve my writing skills as well. So what I learned before. So that is, I think actually I have to improve in my English career. So I'm looking forward to it. Okay, thank you, Jason. Jason, yeah, thank you, Jason, so much. As we said, this is a time-taking process. പെട്ടെന്ന് തന്നെ നമ്മൾ 1 മാസം അല്ലെങ്കിൽ 2 മാസം കൊണ്ട് സ്പീക്കിംഗും റൈറ്റിംഗും എല്ലാം അടിപൊളിയാക്കും, അങ്ങനെയൊന്നുമില്ല. Okay, take your own time, do it bit by bit, but be consistent. Thank you so much, Jason. Thank you so much. The confidence you people show to come and speak up itself is making me happy. For me, writing is okay, but I don't have confidence to speak English. And one thing that I noticed is that there must be an environment like this class. By hearing English speaking can improve communication, automatically we will improve. Yes. Actually, it's my big dream to be a good English speaker. Okay. And adding on to it, കേൾക്കല് മാത്രമല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ, ഹൈറ്റ് പേടിയുള്ള ഒരാൾക്ക് ഹൈറ്റ് ആൾക്കാരെടുത്ത് ചാടുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു പേടി കുറയും. പക്ഷെ ആ പേടി മാറണം എന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇറ്റ്സെൽഫ് ഹാസ് ടു ജംപ്. ഒരു ഹൈറ്റിൽ നിന്ന് നമ്മൾ തന്നെ എടുത്ത്
ഞാൻ എടുത്തു ചാടാൻ ഉദ്ദേശിച്ചത് ഈ ബഞ്ചി ജമ്പിങ് ഒക്കെ പോലത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അങ്ങനത്തെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ ഹൈറ്റ് പേടിയുള്ളവർക്ക് ആ പേടി കുറയും. പക്ഷെ ആ ഒരു പേടി മാറണം എന്നുണ്ടെങ്കിൽ യു യോർ സെൽഫ് ഹാസ് ടു എക്സ്പീരിയൻസ് ഇറ്റ്. സോ യു യോർ സെൽഫ് ഹാവ് ടു സ്റ്റാർട്ട് സ്പീക്ക്. ആ പേടി ഉണ്ടാവും, പേടിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാന്ന് ഉള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, കിൽ ദ ഫിയർ ബിഫോർ ഫിയർ കിൽസ് യു. നിങ്ങളുടെ കഴിവുകളെ നിങ്ങളുടെ പേടി കൊല്ലുന്നതിനേക്കാൾ മുമ്പ് പേടിയെ നിങ്ങൾ കൊല്ലണം. സോ വാട്ട് ഇസ് ഇറ്റ്? Kill the fear before fear kills you. Okay, in this journey of classes, I've improved in spontaneous answering as text messages. That's a very good thing, Aita. Very good. Now, within time limit, I could make improvements through time-bounded actions and tasks given by you. Okay, thanks. Ma'am, I also can't attend regularly because of some busy schedule. Okay. അങ്ങനെ കാരണം I know, because ഇതിലൂടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഹോം മേക്കേഴ്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്. സോ നിങ്ങളുടേതായ തിരക്കുകൾ ഉണ്ടാവും. സോ സ്റ്റിക്ക് ഓൺ ടു റെക്കോർഡഡ് ക്ലാസ്സസ്. ഓക്കെ, സാധിക്കാത്തവര്. സ്വപ്ന, ഐ എം സോറി ടു ടെൽ ദാറ്റ് നമുക്ക് ഒരു സംഭവം കൂടെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നമുക്ക് വരും ക്ലാസ്സുകളിൽ ഐ വിൽ ഗിവ് മോർ ചാൻസസ്. എനിക്ക് എല്ലാവരും ഐ വുഡ് റിയലി ലൈക്ക് എല്ലാവരും ഇന്ററാക്റ്റീവ് ആയിട്ട് സെഷൻ. പക്ഷെ ആസ് യു ഓൾ നോ, നമ്മൾ ഈ ഒരു 1 hour സെഷൻ അല്ലേ. It is my second session only. I have problem when I'm trying to speak. Trying to overcome this, I have taken down your suggestions to improve myself. I shall give you an update later. Fingers crossed. Okay, Lakshmi. I think it's more helpful in both personal and professional life. Stage fear is there, even though presented couple of presentations and various conferences. Need improvement in grammar, especially in tenses. Very good. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവുക എന്നുള്ളത് is very good. അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്വന്തമായിട്ട് കൃത്യമായി എന്റെ കുറവുകൾ ഇതാണ്, എനിക്ക് ടെൻസ് ആണ് മനസ്സിലാവാത്തത്, എനിക്ക് സെന്റൻസ് സ്ട്രക്ചറിങ് ആണ് മനസ്സിലാവാത്തത് എന്ന് കൃത്യമായി അറിയുന്നവർക്ക് അതിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് എന്താണ് അറിയാത്തത് എന്നുള്ളവർക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. Ma'am, every class is really helpful, but on some busy days I can't join the live session. Okay, അതിന്റെ ബദൽ ഞാൻ പറഞ്ഞു. Also lazy times I'm not sharing the EEP activities with my mentor, but I'm really enjoying joint sessions. My big difficulty is building vocabulary. Could you please suggest an interesting method for building vocabularies? Building vocabulary നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത്, ഞാനിവിടെ വീക്ക്ലി 1 word a day പറയുന്നതിനേക്കാൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കാം. അതല്ലാതെ ഡെയിലി നിങ്ങൾ ഒരു വേർഡ് പഠിക്കുക, അത് നിങ്ങൾ ആ ഡേ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഒരു വേർഡ് പെർ ഡേ പഠിക്കുക, അത് അന്നേ ദിവസം തന്നെ നിങ്ങൾ മാക്സിമം സെന്റൻസിൽ. ഇപ്പൊ ഇന്ന് ഡിസ്ഇൻജീനിയസ്, ഇപ്പൊ നിങ്ങൾ ഓക്കെ ദാറ്റ് ഗൈസ്, നിങ്ങളുടെ ഓഫീസിലോ സ്പേസിലൊക്കെ ഇങ്ങനെ ഡിസ്ഇൻജീനിയസ്, അത്ര ഓണസ്റ്റ് അല്ലാത്ത, ഡെഡിക്കേറ്റഡ് അല്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ കുറ്റം പറയാനല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് അങ്ങനെ സെന്റൻസുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. സോ ഒരു വൊക്കാബുലറി വേർഡും മീനിങ്ങും പഠിച്ചു വെച്ചിട്ട് ട്രസ്റ്റ് മീ ഒരു കാര്യമില്ല, നമ്മൾ എന്തായാലും പറയും. അത് നമ്മൾ കോണ്ടെക്സ്റ്റുവലി അല്ലെങ്കിൽ സെന്റൻസിൽ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ പഠിക്കുകയുള്ളൂ. Almost fine. I started watching English conversation videos regularly and I can learn some new words. Okay, good. Not able to complete the daily task on time. Okay, അത് ഏബിൾ ആക്ക്. നമ്മുടെ ടാസ്കുകൾ ഒന്നും അത്ര ഡിഫിക്കൽട്ട് അല്ലല്ലോ. മാക്സിമം 15 minutes മതി. മടി ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ കേട്ടോ. I would like to speak to അയ്യോ ഒരുപാട് പേര് സ്പീക്ക് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. I feel really sad. I mean, എനിക്ക് നിങ്ങൾക്ക് ചാൻസ് തരണം എന്നുണ്ട്, പക്ഷെ we are almost hitting 9 o'clock. Madhu, thank you for the feedback. Okay. Chances I can't do your regular activities. എല്ലാവർക്കും ആക്ടിവിറ്റീസിൽ എന്താണ് പ്രശ്നം വരുന്നത്? ആക്ടിവിറ്റീസ് അത്ര ടഫ് ആയിട്ടൊന്നും തോന്നുന്നില്ലല്ലോ. നിങ്ങളുടെ ഒരു ലെവലെ, നിങ്ങളിപ്പോ ഒരു ക്ലാസ്സിൽ റിപ്ലൈ ചെയ്യുന്ന ലെവലൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് ഫ്രെയിം ചെയ്യുന്നത്. We'll look into it. The EEP program is XX amazing. XX എന്നാണ് extra എന്നാണ് ഉദ്ദേശിച്ചത്. Because it helps me to enhance my speaking or writing as well. I have improved my confidence while talking in front of a crowd. Very good. I have been learning English language since 2019. At that time, I was afraid of English. I did not give up. Still, I'm learning English too. Very good. Very good, Ashwati. Ma'am, can you please inform about live recording class? Sajo, please do contact your mentors. Okay. നിങ്ങൾ യൂട്യൂബിൽ തന്നെ ഈ ലേൺ വൈസ് EP നടിച്ചാൽ തന്നെ സെഷൻസ് വരുന്നുണ്ട്. ഇനി അങ്ങനെ കിട്ടാത്തവരോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരോ ഒന്ന് നിങ്ങളുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ചെറിയ ഒരു സംഭവം കൂടെ പറഞ്ഞ് നമ്മൾ നിർത്താം. ദാറ്റ് ഇസ് ഓക്കെ. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഡെയിലി ഇങ്ങനെ ഞാൻ ഡെയിലി നിങ്ങളുടെ ഫീഡ്ബാക്ക് ചോദിച്ചോളണം എന്നില്ല. ബട്ട് ഇപ്പൊ നിങ്ങൾക്ക് നോട്ടബിൾ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ട്. ഇപ്പൊ ഇവിടെ ഒരാൾ പറഞ്ഞിരുന്നു പ്രസന്റേഷൻസ് ചെയ്തു. സോ നിങ്ങൾ
എന്താണ് EP കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുകയാണ്, EP ഹെൽപ്പ് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രസന്റ് ചെയ്യാൻ സാധിക്കുകയോ ഏതെങ്കിലും ഒരു ക്രൗഡിന്റെ മുമ്പിൽ സംസാരിക്കാൻ സാധിക്കുകയോ എന്തെങ്കിലും ഒരു പോസിറ്റീവ് സംഭവം നിങ്ങളുടെ ലൈഫിൽ നടന്നാൽ അത് ഞാനിവിടെ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ വന്ന് പറയുക എന്നുള്ളത്. അത് എന്നെ ഹാപ്പി ആക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ പിയേഴ്സിനെ എന്താണ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും. ഓക്കെ, സോ പ്ലീസ് മേക്ക് എ പോയിന്റ് ദാറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്ന അച്ചീവ്മെന്റ്സ് ഇവിടെ ഒന്ന് പറയണം. ഞാൻ ഡെയിലി ചോദിക്കാൻ നിൽക്കണ്ട, മറ്റാരും ഞാനതിപ്പോ പറഞ്ഞാൽ ഞാൻ എന്താണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. നോ, ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു ഷെയർ ഇറ്റ്. ഓക്കെ, my name is Dheeraj. I am a newbie on this session. Very good. A newbie എന്നുള്ള word is good. My name is Dheeraj എന്നാണ് കേട്ടോ. And also in LearnWise, the session and the topics are good for improving good communication. Also writing English class are very good presented. Okay, thank you. Okay, ഇനി നമുക്ക് കോമൺ വരാൻ സാധ്യതയുള്ള ഒരു ചാലഞ്ചസ് ആണ് ഞാനോട് പറയുന്നത്. ദാറ്റ് ഇസ് സ്റ്റേയിങ് മോട്ടിവേറ്റഡ്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചോദിച്ചിരുന്നപ്പോ ഒരു 75 ദിവസം വരെയൊക്കെ സ്ഥിരമായി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ബട്ട് അത് കഴിഞ്ഞപ്പോ എന്താണ്, ആൾക്കാർ കുറഞ്ഞു തുടങ്ങി. അതെന്താണ്, മോട്ടിവേഷൻ കുറഞ്ഞു, നമ്മുടെ ലേസിനെസ് കൂടി. സോ ഹൗ ഡു വി സ്റ്റേ മോട്ടിവേറ്റഡ്? എങ്ങനെയാ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക? ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്സ് തരാനുണ്ടോ? ജസ്റ്റ് നമ്മളൊരു പിയർ ഡിസ്കഷൻ ആണ്, ദിസ് ഇസ് എൻ ഓപ്പൺ ഡിസ്കഷൻ. സപ്പോർട്ട് ഈച്ച് അതർ, നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് സ്റ്റേയിങ് മോട്ടിവേറ്റഡ് എന്നുള്ളതിന് നിങ്ങളുടെ ഗോൾ, ബി അവെയർ ഓഫ് യുവർ ഗോൾ. ജേർണലിംഗ് ക്യാൻ ഹെൽപ്പ് യു സ്റ്റേ മോട്ടിവേറ്റഡ്. സെൽഫ് മോട്ടിവേഷൻ, രണ്ട് രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. വൺ ഇസ് ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത്. എൻകറേജ് ഈച്ച് അതർ. ഈ EP തന്നെ തമ്മിൽ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ബി വെരി ഗുഡ്. നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. നിങ്ങൾ തമ്മിൽ തന്നെ, ഓ അവൾ എന്നേക്കാൾ കൂടുതൽ പഠിച്ചു, മുമ്പ് നമ്മൾ ഈ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്ന ഒരു കോമ്പിറ്റൻസി വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാവും. ഓക്കെ, പിന്നുള്ള ഒരു സംഭവം, നിങ്ങൾ തന്നെ ഗോൾ അച്ചീവ് ചെയ്താല് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒരു പോയിന്റ്സ് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഷോർട്ട് ടേം ഗോൾസ് നിങ്ങൾ അച്ചീവ് ചെയ്യാന്നുണ്ടെങ്കിൽ 5 പോയിന്റ്സ്, അതങ്ങനെ മൊത്തം 20 പോയിന്റ് ആവുമ്പോൾ എന്താണ്, നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ബിരിയാണി, ഓക്കെ പുറത്തു പോയി ഒന്ന് ബിരിയാണി കഴിക്കാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്യുക. ദാറ്റ് ഇസ് സംതിങ് വാട്ട് ഐ ഡു. അതായത് എനിക്ക് ഓവറായിട്ട് വർക്ക് ഉള്ളപ്പോൾ ഇത്രയും വർക്ക് ചെയ്താൽ ഇന്ന് ഐ വിൽ ഗിവ് എ ട്രീറ്റ് ടു മൈസെൽഫ് എന്നുള്ള സാധനം. നമുക്ക് ബിരിയാണി മേടിച്ചിടാൻ വേറെ ആരെയും അങ്ങനെ ചെയ്യണമെന്നില്ല. യു ക്യാൻ സെൽഫ് ഗിഫ്റ്റ്. നമ്മൾക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, സെൽഫ് മോട്ടിവേഷൻ ഇസ് ദ ബെസ്റ്റ് മോട്ടിവേഷൻ. ഐ കൻ ഡു എനിത്തിങ്. അതായത് എങ്ങനെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യും അതും കൂടെ പറയും ഇവിടെ. അപ്രിസിയേഷൻസ്, വെരി ഗുഡ്. അപ്രിസിയേഷൻസ് ആർ വെരി ഗുഡ് സോഴ്സ് ഓഫ് മോട്ടിവേഷൻ. തമ്മിൽ അപ്രിസിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അപ്രിഷിയേറ്റ് ചെയ്യുക. നമ്മളുടെ ഓരോ കുഞ്ഞു ഗ്രോത്തിനെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ആളുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റേ മോട്ടിവേറ്റഡ്. വെരി ഗുഡ്. ഇൻസ്പിറേഷണൽ സ്പീച്ചസ് കാണുക എന്നുള്ളത് ചിലർക്ക് വർക്ക് ചെയ്യും, എല്ലാവർക്കും വർക്ക് ചെയ്യും എന്ന് എനിക്കറിയില്ല. വെറുതെ മോട്ടിവേഷൻ സ്പീച്ച് കാണുന്നത് എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യാറില്ല. ഇറ്റ് ഡിഫേഴ്സ്. അത് ഹെൽപ്പ് ചെയ്യുന്നവർ ആ രീതിയിൽ നേറ്റീവ് സ്പീക്കേഴ്സിന്റെ ഇംഗ്ലീഷ് വീഡിയോസ് ഇരുന്ന് കാണാം. അപ്പൊ നിങ്ങൾക്കും അതുപോലെ ആവാനുള്ള ആഗ്രഹം വരുന്നത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. സോ സ്റ്റേ മോട്ടിവേറ്റഡ് ബൈ എനി മീൻസ്. സെക്കൻഡ് വൺ ഇസ്, പലർക്കും ഇംഗ്ലീഷിൽ പ്രശ്നം ഗ്രാമർ ആണ്. ഇവിടെ അധിക പേർക്കും വൊക്കാബുലറി ഉണ്ട്, വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഹാഡ്, ഹാസ്, ഹാവ് എവിടെ, ഈസ് എവിടെ, വാസ് എവിടെ, അതൊക്കെയാണ് പ്രശ്നം. സോ ഗ്രാമറിന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഓൺലൈൻ ക്വിസുകൾ ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് അറിയുന്ന ഒരാളുമായിട്ട് സംസാരിക്കുക. ഓക്കെ, ക്ലബ് ഹൗസ്, ബി ആംഗ്രസ് എന്തൊക്കെയോ ഇവിടെ ആപ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. മേക്ക് എ ഗ്രൂപ്പ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് സ്റ്റാർട്ട് ടു സ്പീക്ക്. വെരി ഗുഡ്. സോ ഇംഗ്ലീഷ് ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാൻ ക്വിസുകൾ ഫോളോ അപ്പ് ചെയ്യാം. ഡൗട്ട്സ് വരുമ്പോൾ അപ്പൊ തന്നെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. അതായത് സെന്റൻസസ് വിത്ത് ഹാവ്, സെന്റൻസസ് വിത്ത് ഹാസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറെ എക്സാമ്പിൾ സെന്റൻസ് കിട്ടും. ഒരുപാട് എക്സാമ്പിൾ സെന്റൻസുകൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. പിന്നുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വായിക്കുക. കുഞ്ഞു മക്കളുടെ സ്റ്റോറി വായിച്ചാൽ മതി, ഗ്രാമർ മനസ്സിലാവും. ഈസ് എവിടെയാണ്, വാസ് എവിടെയാണ്, ഹാവ് എവിടെയാണ്, ഹാഡ് എവിടെയാണ് എന്നുള്ളതൊക്കെ ഒരു 10th സ്റ്റാൻഡേർഡ് ബിലോ ലെവൽ സ്റ്റോറി ബുക്സ് വായിച്ചാൽ മതി, നോവൽസ് വായിച്ചാൽ മതി. ഓക്കെ, voracious reading also helps. Sharon, what is it? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. What is voracious reading? Voracious. Can you tell me what is voracious? Means having a huge appetite of being excessively eager. ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വായിക്കുന്നതിനെയാണോ voracious എന്ന് പറയുന്നത്?
Heavy reading. Okay. Eagerness. Okay. Good one. ഓക്കെ ഫൈൻ ഫൈൻ. അതായത് ക്യൂരിയോസിറ്റിയിൽ വായിക്കുക. അതായത് ഇപ്പൊ നിങ്ങളുടെ ഫീൽഡ് സ്പെസിഫിക് ആയ കാര്യങ്ങൾ, എനിക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി സൈക്കോളജിയും കുറച്ചും കൂടെ സയൻസ് പരമായിട്ട് വായിക്കാനാണ്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളു. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റോട് കൂടെ വായിക്കും. അല്ലാണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ. നെക്സ്റ്റ് വൺ ഇസ് ഫൈൻഡിങ് ടൈം. ഇവിടെ പലരും പറഞ്ഞൊരു ഇഷ്യൂ ആണ് ടൈം ഇല്ലായിക. ബിക്കോസ് ആസ് വി സെഡ് നമ്മൾ എല്ലാവരും പല വർക്കിലുള്ളവരാണ്. വർക്കിംഗ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, ഹോം മേക്കേഴ്സ് ഉണ്ട്. സോ ഫൈൻഡ് യുവർ ഓൺ ടൈം. അതായത് ഇപ്പൊ ഫോർ മീ എന്താണ് ട്യൂസ്ഡേ 8 to 9 ഞാൻ ബിസി ആണ് എന്നുള്ള കാര്യം എന്നെ അറിയുന്ന എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം. ട്യൂസ്ഡേ 8 to 9 എന്നത് ടൈം ഞാൻ അവൈലബിൾ അല്ല എന്നുള്ളത്. ദാറ്റ് ഈസ് ബിക്കോസ് ഐ പ്രയോറിറ്റൈസ് ഇറ്റ്. നമ്മുടെ പ്രയോറിറ്റീസ് അനുസരിച്ചിരിക്കും. ഓക്കെ. ആൻഡ് എന്നും റെക്കോർഡഡ് സെഷൻസ് കേൾക്കുക എന്നുള്ളത് ഐ ഡോണ്ട് പ്രിഫർ. ഞാൻ എല്ലാവരും നിങ്ങൾ ലൈവ് സെഷനിൽ ഉണ്ടാവുക എന്നത് തന്നെയാണ് പ്രിഫർ ചെയ്യുക. ഒന്നാമത് ഓൺലൈൻ സെഷൻ തന്നെ കുറച്ച് ബോറിംഗ് ആണ്. അതിന് കൂടെ നിങ്ങൾ ഈ റെക്കോർഡഡ് സെഷൻസ് വിൽ ബി ഈവൻ മോർ ബോറിംഗ്. ഓക്കെ. സോ ഫൈൻഡ് ടൈം. അതായത് ഈ ഒരു പ്രയോറിറ്റി ആക്കുക. ട്യൂസ്ഡേസ് 8 to 9 എനിക്ക് ക്ലാസ് ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആക്കുക. ഓക്കെ. ബിക്കോസ് നമ്മളിപ്പോ എത്ര തിരക്കിലാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുന്നില്ലേ. സോ ഐ മീൻ ഹാവിംഗ് ഫുഡ് ഇസ് ബേസിക് നെസസിറ്റി. ഓക്കെ. ഇതിപ്പോ EP ക്ലാസ്സിലെങ്കിലും നമ്മൾ ജീവിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങളുടെ ഒരു പ്രയോറിറ്റി അനുസരിച്ച് അത് സെറ്റ് ചെയ്യുക. ഇവിടെ അഞ്ജന ദേവി സജസ്റ്റ് ചെയ്തിട്ട് റീഡിംഗ് നോവൽസ്, സ്റ്റോറി ബുക്ക്. വെരി ഗുഡ്. The dialogues will improve our speaking ability. Very good. Reading novels with dialogues, role play pole dialogues ulladu help you. Yes. Then fear of speaking. ഇവിടെ അധികം പേര് പറഞ്ഞതാണ്. ഫിയർ ഓഫ് സ്പീക്കിംഗ് മാറ്റി നമ്മൾ ആദ്യമേ പറയുന്നത് മിറർ ടോക്ക്. സ്വന്തം കണ്ണാടിയിൽ നോക്കി സംസാരിക്കുക. പിന്നെ ഉള്ള ഒരു മെത്തേഡ് എന്താണ്? വാട്സപ്പിൽ വോയിസ് അയച്ചിട്ട് അത് നിങ്ങൾ തന്നെ കേൾക്കുക. ആദ്യം നിങ്ങൾക്ക് വലിയ ഇഷ്ടാവില്ല, ബട്ട് അത് ഇംപ്രൂവ് ചെയ്ത് യു വിൽ ഗെയിൻ കോൺഫിഡൻസ്. ഓക്കെ. ദെൻ എന്താണ്? വീട്ടുകാരുടെ മുമ്പിൽ അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഏറ്റവും ക്ലോസ് ആയ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നിന്ന് സംസാരിച്ച് തുടങ്ങുക. ആ ഫിയർ ഓഫ് സ്പീക്ക് ചെയ്ത് മാത്രമേ ഇല്ലാണ്ടാവുള്ളൂ. അല്ലാണ്ട് പേടി മാറ്റാൻ ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. മറ്റുള്ളവർ പേടിയില്ലാണ്ട് സംസാരിക്കുന്ന കണ്ടിട്ട് കാര്യമില്ല. നിങ്ങളുടെ പേടി മാറ്റണമെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിച്ചു തുടങ്ങണം. പ്രൊനൗൺസിയേഷൻ, പ്രെഡിക്കാമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ, ഡിഫിക്കൽട്ടീസിനെയാണ് പ്രെഡിക്കാമെന്റ്സ് എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷനിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഇപ്പൊ സ്കെഡ്യൂൾ ആണോ ഷെഡ്യൂൾ ആണോ, ബോത്ത് ആർ കറക്റ്റ്. അതുപോലെ നമ്മൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോ അർബനൈസേഷൻ അല്ല, അർബനൈസേഷൻ. അതുപോലെ ടൈഗർ അല്ല, ടൈഗർ, ടാറ്റയുടെ ട. അപ്പൊ ആ ഒരു പ്രൊനൗൺസിയേഷൻ എന്താണ്? പ്രൊനൗൺസിയേഷൻ ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഏത് വേർഡ് ആണോ എപ്പോഴെങ്കിലും ഡൗട്ട് തോന്നുന്നത് അത് അപ്പൊ നേരെ ഗൂഗിൾ ചെയ്താൽ അപ്പൊ തന്നെ പ്രൊനൗൺസിയേഷൻ കിട്ടും. ദാറ്റ് സ്പീക്കർ തിങ് ഇസ് ദേർ. ചിലതിന് UK ബേസ്ഡ് പ്രൊനൗൺസിയേഷൻ, US ബേസ്ഡ് പ്രൊനൗൺസിയേഷൻ ഉണ്ടാവും. ഓക്കെ. സോ അത് ദെൻ ഇമിറ്റേറ്റിംഗ് ഇസ് എ വെരി ഗുഡ് തിങ്. നമ്മൾ ഏതെങ്കിലുമൊക്കെ വീഡിയോസിൽ പുതിയ ഏതെങ്കിലും വേർഡ്സ് കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോ സ്പീക്കിംഗ് എന്നൊരു പുതിയ വേർഡ് ഇട്ടുണ്ട്, സ്പീക്കിംഗ്. അല്ലെങ്കിൽ ആക്ച്വലി നമ്മളൊക്കെ കുക്കുംബർ എന്നല്ലേ പറയാ, ഇറ്റ്സ് ആക്ച്വലി ക്യൂക്കംബർ. അപ്പൊ ക്യൂക്കംബർ അത് കേൾക്കുമ്പോൾ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുക. ക്യൂക്കംബർ. വെരി ഗുഡ് ജമീമ മറിൻ. ഇമിറ്റേറ്റിംഗ് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ ടു ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ. ദെൻ കൺഫ്യൂസിംഗ് സ്പെല്ലിങ്സ്. നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ തന്നെ ഒരുപാട് ഇതുണ്ട്. ഇത് വരുമ്പോ വീഡിയോസിന് VED കാണാം, ഡിസീസ്. കാരണം അത് എന്താണ്, ഇംഗ്ലീഷിൽ നമുക്ക് അങ്ങനെ ഒന്നും സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫോണറ്റിക്സ് പഠിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പൊ ഫോൺ ഇസ് ഫുൾ സൗണ്ട് അല്ലേ, അങ്ങനെയാണെങ്കിൽ F അല്ലേ വരേണ്ടത്. പക്ഷെ അങ്ങനെയല്ലല്ലോ, PH അല്ലേ വരുന്നത്. C for K, H for H. പക്ഷെ ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോ ch ആയി അല്ലേ. പക്ഷെ CH വരുമ്പോ ചെയർ എന്ന വേർഡിൽ അത് ch എന്നാണ്. പക്ഷെ സ്കൂൾ എന്ന വേർഡിൽ SCH വരുമ്പോ എന്താണ്, അത് sk ആണ് ആയത്. സോ കൺഫ്യൂസിങ് സ്പെല്ലിങ്സ് നിങ്ങൾ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സ്പെല്ലിങ്സും ഇംപ്രൂവ് ചെയ്ത് വായനയിലൂടെയും എഴുത്തിലൂടെയും ഒക്കെ നമ്മൾ തന്നെ ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ. അതിന് വേറെ വഴിയൊന്നുമില്ല. ഓക്കെ. നിങ്ങൾ വൊക്കാബുലറി പഠിക്കുമ്പോൾ അതിന്റെ സ്പെല്ലിങ്സും ബി thorough with it. Okay. So with that, we are winding up for today. Next week we'll be celebrating our journey together. That is nothing much. We'll be just revising and നമ്മുടെ achievements പറഞ്ഞ് നമ്മൾക്ക് തന്നെ തമ്മിൽ ഹാപ്പി ആവാം. Again, reflections and highlights. ഇന്ന് നിങ്ങളുടെ ഒരു എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പറയാൻ സാധിക്കാത്തവര് നെക്സ്റ്റ് വീക്കിനൊന്ന് പ്രിപ്പയർ ചെയ്ത് വരണേ. ദെൻ ലൈഫ് ലോങ് ലേണിംഗ്. ഇപ്പൊ നമ്മൾ 150 ഡേയ്സ് കഴിഞ്ഞു. ഓൾമോസ്റ്റ് ഒരു another 200 ഡേയ്സും കൂടെ ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു EP കഴിയാണ്. So how will you continue it? Strategies and resources. Then interactive workshop. നമ്മൾ ഈ പേഴ്സണൽ സെറ്റിംഗ് ഗോൾസ് എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ നോക്കും.
Yeah, with that, we are done. Thank you all and have a good day. See you all next week. Yeah, watching Malayalam movies with subtitle can help as well. Watching English movies with subtitle can also help. Okay, both will help you. Thank you all.